ഇവർ രാകേഷ്, അരുവി, ശിവൻ. ഈ 3 പേരെയും കൂടുതലറിയാൻ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. യൗവനാരംഭത്തിൽ ചിലർക്ക് പറ്റാവുന്ന എഴുത്തുചാട്ടം. ഇവരും ഓരോരോ പ്രണയക്കുരുക്കിൽപ്പെട്ടു. പ്രണയം ആണിൻ്റെയും പെണ്ണിൻ്റെയും എക്കാലത്തെയും ഇതിഹാസ വികാരം. അവൻ്റെ ചെയ്തികൾക്കനുസരിച്ച് അതൊരു വരമായിരിക്കാം, ശാപമായിരിക്കാം. മുഖം മോശമായതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെയാണ് പ്രണയവും. എന്നെ വിട്ട് പോയല്ലോടി. ആരാന്ന് പോയി നോക്ക് മച്ചു. ആരാ നീ? എഴുന്നേക്കടാ. ആരടാ നീ? എന്താ നിന്റെ പ്രശ്നം? നിങ്ങളൊക്കെ ആരാ? ഏയ് നീ വാ. എന്താ പ്രേമാണോ? അതെ സാർ. സാറൊന്നും വേണ്ട, ഞങ്ങൾ നിന്നെ പോലെയാ. ബ്രോ, നിങ്ങൾക്ക് ലവ് ഫെയിലിയർ ആയോ? അതിനെന്താ നിനക്ക് എത്ര സന്തോഷം? ഇല്ല ബ്രോ, എന്റെ പ്രേമം പൊളിഞ്ഞു, നിങ്ങളുടെ ലവ് ഫെയിലിയർ ആയി, അതാ. നാട്ടിൽ 1000 പേര് പ്രേമിക്കുന്നുണ്ട്. അതിൽ 800 പേരുടെയും ലവ് ഫെയിലിയർ ആണ്. 200 പേർക്കേ സക്സസ് ആവുന്നുള്ളൂ. അതിൽ 50 പേര് കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. എങ്ങനെ നോക്കിയാലും നമ്മുടെ ഗ്രൂപ്പാണ് അധികവും. ശരിയല്ലേ ബ്രോ? നല്ല വിഷമമുണ്ട് എനിക്ക്. സിൻസിയറായി സ്നേഹിച്ചു, എന്നിട്ടും ഫെയിലിയർ ആയി. ഇനി ഒരിക്കലും ആർക്കും ലവ് ഫെയിലിയർ ആവാൻ പാടില്ല ബ്രോ. എന്താ സേവനം ചെയ്യാൻ പോവാണോ? സേവനം അല്ല ബ്രോ, കടമയാ. പരിശുദ്ധമായി പ്രണയിക്കുന്നവരെ ചേർത്ത് വെക്കാൻ പോവാ. തീർച്ചയായും എനിക്ക് സമാധാനം കിട്ടും ബ്രോ. എന്തിനാ നിന്റെ സമാധാനം? നമ്മുടെ സമാധാനം ബ്രോ. ഒരുമിച്ച് ചെയ്യാൻ പോവാണോ? നമ്മളായി ചെയ്യാൻ പോകുന്നേ. ഞാനില്ല. ഒന്നിപ്പിക്കാൻ ആളില്ലാത്തോണ്ട് ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോയി. നമ്മുടെ ബന്ധവും അങ്ങനെയല്ലേ പോയത്. സിൻസിയറായി ലവ് ചെയ്യുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ബ്രോ. അതൊക്കെ ശരി, ബട്ട് സിൻസിയറായ ലവേഴ്സിനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് ബ്രോ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. പറയ്. നല്ല ലവേഴ്സിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അവരെ ഫോളോയും ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അവരെ ചേർത്ത് വെക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ ബ്രോ. അതാണ്. ഇങ്ങനെ തീരുമാനമെടുത്ത അവർ നാട് മുഴുവൻ അലഞ്ഞ് നേരുള്ളൊരു ജോഡിയെ കണ്ടെത്തി. ഇവൻ്റെ പേര് കൃഷ്ണ. ഇവൻ കാവ്യ എന്ന പെണ്ണിനെ സ്നേഹിക്കുന്നു. കാവ്യ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി. ഒപ്പം തൻ്റെ ആഗ്രഹം അറിയിക്കാനായിട്ട് കൂടി. 3-4 ദിവസമായിട്ട് ഒരറിവുമില്ല. നാട്ടിൽ പോയ കാവ്യയ്ക്ക് എന്തു സംഭവിച്ചു? വീട്ടിലറിയിച്ചോ ഇല്ലയോ? ഒന്നും അറിയാതെ വിഷമിച്ചിരിക്കുന്ന കൃഷ്ണയെ മൂവരും ചെന്ന് കാണുന്നു. കൃഷ്ണയെയും കാവ്യയെയും ഒന്നാക്കുമെന്ന് അവർ വാക്ക് കൊടുക്കുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലെങ്കിൽ വിളിച്ചിറക്കി കൊണ്ടുവരുമെന്ന് അവർ കൃഷ്ണയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്താ ബ്രോ, നാളെ അപ്പം മാഞ്ഞൂര് പോവാലോ അല്ലേ? ഇന്നലെ ഞാൻ നിങ്ങളെ കണ്ടത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്. ബ്രോ, നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം ബ്രോ. പിന്നീട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയും ബ്രോ. പ്രേമിക്കുന്നതിന് ഒരു പെണ്ണും ചെറുക്കനും മതി, പക്ഷെ അവരെ ഒന്നിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സ് വേണം. അത് ഞങ്ങളായിക്കോളാം. എന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് നാട്ടിൽ പോവാം. പൊസിഷൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം അച്ഛനോട് സംസാരിക്കാം. അധികം ആലോചിക്കണ്ട ബ്രോ. വണ്ടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതെ ബ്രോ, എന്റെ ഫ്രണ്ടിന്റെ ജീപ്പിലാ പോകുന്നേ. പെട്രോൾ മാത്രം നീ അടിച്ചാൽ മതി. എന്താ മച്ചു, ബ്രോനെ കാണുന്നില്ലല്ലോ? വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. വരും മച്ചു. വരും. രാവിലെ തൊട്ട് ഇത് തന്നെയാ പറയുന്നത്. അയ്യോ പെട്ടോടാ. ഒരു ബോയ് ചായക്കട. വരുന്നുണ്ട്. തുടക്കം തന്നെ നശിച്ചില്ല. ആരാ ബ്രോ അത്? അതൊന്നുമില്ല ബ്രോ, പോയാലോ? പോകാം.
വണ്ടി എവിടെ? വരും. ആരടാ ഇവൻ? പവർ സ്റ്റാറും ബർമുടിയിട്ട പോലെ ഇരിക്കുന്നു. ചുമ്മാ ഇരിക്കണം മച്ചു, ഇവനാ എന്റെ ഫ്രണ്ട്. ഹായ്. എടാ ആരാണ് ഇവന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തേ? മച്ചു ഹായ്. ഹായ്. എന്താ ബ്രോ സുഖല്ലേ? സുഖായിരിക്കണം. പപ്പു, പവർ പപ്പു. അറിയാ നീ പല്ല് പുറത്ത് കാണിക്കാതെ. അറിയാലോ, പോകാലോ. എന്താ ബ്രോ ഫോൺ എടുത്തില്ലേ? ഇല്ല ബ്രോ, ഇപ്പോഴും സ്വിച്ച് ഓഫാ. ബ്രോ ഒന്നും വിഷമിക്കണ്ട. നിങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ എറണാകുളത്ത് പോയ പോലെ ജീവൻ പോയാലും ഞങ്ങളുണ്ട്. ഇത്രയ്ക്ക് നല്ലവരോ? അല്ല, നിന്റെ ലവ് എങ്ങനെ ഫെയിലിയർ ആയേ? അതെന്തിനാ ബ്രോ അത് വിട്ടേക്ക്. കുഴപ്പമില്ല, ചുമ്മാ പറ മച്ചു. പറ ബ്രോ, എന്റെ കഥ കേൾക്കാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ്. ഇത് എന്താണെന്നറിയോ? താടി അല്ല ബ്രോ, പ്രേമം. സാധാരണ പോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അന്നും നാട്ടിലെ ചായക്കടയിൽ. ചായക്കടക്കാരാ എപ്പോഴും തരുന്ന പോലെ വൃത്തികെട്ട ചായ മൂന്നുണ്ടെങ്കിതാ. എടാ ആനമായ വൃത്തിയുടെ ചായ കാശ് ഇങ്ങോട്ട് തരണം. എടാ മരത്തിലെ കാശ് ചോദിച്ചാൽ നീ കട പൂട്ടേണ്ടി വരും. എത്ര ചായ വേണ്ടത്? 3 എണ്ണം. ഓ എടാ വേഗം. 3ാം ക്ലാസ് വരെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാടാ വായിക്കാൻ പറ്റുന്നത്? എന്നാടാ കുടിച്ച് മരിക്ക്. ചായക്കടക്കാരാ വൃത്തികെട്ട പോകുന്നത് എന്താ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്? എന്താ കാര്യം? ഒന്നും പറയണ്ട. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ എന്താന്നറിയില്ല, അന്ന് എൻ്റെ ശ്വാസം പോലും എനിക്ക് തന്നെ ഭാരമായി തോന്നി. ബട്ട് അത് പറയാൻ കഴിയില്ലെങ്കിലും എനിക്ക് നല്ല ഫീലായിരുന്നു. അപ്പം അവിടെ വീശിയ കാറ്റ് എല്ലാവരുടെയും ശരീരത്തിലായിരിക്കും സ്പർശിച്ചിരിക്കുക, പക്ഷെ എനിക്ക് മാത്രം എൻ്റെ ഹൃദയത്തിലാണ് സ്പർശിച്ചത്. അപ്പോഴാ ഞാൻ അവളെ ആദ്യമായി കണ്ടത്. ആകായം തീപിടിച്ചാനിലാ തൂങ്ങുമാ, നീയില്ല നേരമെല്ലാം നെഞ്ചോൻ താങ്ങുമാ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ എൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന കണ്ണിനോട് ഞാൻ നന്ദി പറഞ്ഞു. സോളക്കാട്ട് ബൊമ്മയ്ക്കൊരു സ്വന്തം യാരുമില്ല, കയ്യ വിട്ട് കാതൽ പോനാ കയ്യിൽ രേഖയില്ല. കണ്ണുക്കുള്ള കസിവത പാറ്, എടാ അവിടെ എന്താ ഒരു ശബ്ദം? അതൊന്നുമില്ലടാ, മൊബൈൽ ഫോൺ റിംഗ് ആണ്. നീ ജോലി ശരിയളിയാ, എന്നാ ഞാൻ പോവേണ്. ക്ലാസ് പൊട്ടിച്ച് പോവാൻ രക്ഷപ്പെടാൻ നോക്കുക. അപ്പനുണ്ടാക്കിയ ക്ലാസ് ഒന്നും അല്ല പൊട്ടിച്ച പോടാ. ഓടാ, കാശ് നീ കൊടുത്തേരെ. ആരോടാ എന്റെ ക്ലാസ് പിടിച്ചു? അതൊന്നും ഇല്ലടാ, അവൻ വെയിറ്റ് താങ്ങാതെ വിട്ടു. അതെ ഇങ്ങനെ അങ്ങ് പൊട്ടി. എടാ ഞാൻ കുടിച്ച ചായക്കും പൊട്ടിച്ച ഗ്ലാസ്സിന് കാശ് തന്നിട്ട് പോടാ. ഞാൻ ചായ കുടിച്ചു കാണിച്ചു തന്നല്ലേ ക്ലാസ്. അവനല്ലേ പൊട്ടിച്ചു. എന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ ടിക്കറ്റും കീറിയ പോലെ നിന്നെ ഒരു ദിവസം കീറുള്ളൂ. പോടാ പോടാ. പോടാ വേഗം. എത്ര ദൂരം വെച്ചാ ഇനി 5 കിലോമീറ്റർ പോടാ വേഗം. എന്തോന്ന് 5 കിലോമീറ്ററോ? എന്റെ അച്ഛൻ ഒരു ദിവസം 1 കിലോമീറ്റർ പോകാനാ പറഞ്ഞു. ഇപ്പൊ 1 കിലോമീറ്റർ വാ, തള്ളിക്കൊണ്ട് പോവാ. മാറാ. എടാ കേറങ്ങോട്ട്. നോക്കിപ്പോ. എടാ നോക്കിപ്പോടാ, പതുക്കെ പോടാ. തല്ലി അടിച്ച് വീണു. അയ്യോ, വണ്ടി വരുന്ന പുക. എന്റെ ബൈക്ക് ഇത് ആരെടുത്ത് കൊണ്ടുപോകാനാടാ? വാടാ പോടാ, എന്റെ അച്ഛൻ വന്ന് എടുത്തോളൂ. പെട്ടെന്ന് ഓടി വാടാ. വിജയപ്പടത്തിൽ വിജയ് ഓടുന്നവരെ ഓടി ബസ് അറ്റാക്ക് ചെയ്ത് ആരെങ്കിലും എന്റെ ആളെ കാണാൻ വേണ്ടി ഇവരെന്തിനാ മുമ്പേ ഓടുന്നവരാ എന്റെ ഫേസ്. കേറാ വാ വാ വാ. അകത്തേക്ക് പോ. എന്റെ ആളെ കാണുന്നില്ലല്ലോ. മച്ചു എന്താടാ? അവളില്ലെന്നാ തോന്നുന്നേ. അതിലേക്ക് നീ ഇറങ്ങി ഇറങ്ങാം. എന്താ മോനെ എന്നാ നോക്കുന്നേ?
ചക്കരക്കുട്ടാ. നിന്റെ നോട്ടം കൊണ്ട് ഇരുമ്പായിരുന്ന എൻ്റെ ഹൃദയം മഞ്ഞ് പോലെ ഉരുകി. ആ ചില്ല് ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയും ചെയ്തു. അവള് വരുവോ ഇല്ലയോ? അയ്യോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. എടോ, എൻ്റെ അനിയത്തി വരുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. ഭാസ്കരേട്ടാ, എന്റെ ഏട്ടനുണ്ടോ അവിടെ? അകത്ത് പോയി ഒളിച്ചിരിക്കാവളെ. പണി തന്നല്ലേ? പോന്നു ചേട്ടൻ എപ്പോഴേക്ക് വരും? വീട്ടിൽ വന്നൊരു പണിയും ചെയ്യില്ല. അച്ഛനാണെങ്കിൽ അവിടെ കിടന്ന് ബഹളവും. ചേട്ടനാണെങ്കിൽ ചായക്കടയിലും ബസ് സ്റ്റോപ്പിലും ചുറ്റി നടക്കുക. എനിക്കെല്ലാം അറിയാം. ചേട്ടൻ വേണേ നോക്കിക്കോ. ഒരു ദിവസം ചേട്ടൻ ഇവിടെ താടിയും വളർത്തി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണും. ഏയ്, കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കേ, വലിയ പെണ്ണാവല്ലേ. ഒരു സിഗരറ്റ് എടുത്ത്. ഓ, ഇവന് പണിയില്ല. പറയടാ. നീ എവിടെടാ മച്ചു? മറ്റേ സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് നടക്കുന്നുണ്ട്. എന്റെ അച്ഛനും പങ്കെടുക്കുന്നുണ്ട്. ബൈക്ക് പെടുന്നുണ്ടോ? പെട്ടെന്ന് വേണം. നീ എവിടെ നിൽക്കുന്നത്? വെക്കല്ലേ വെക്കല്ലേ. മച്ചു, പിന്നെ വിളിക്കണം. മോളെ ഒന്ന് പിടിച്ചേ, കുളിച്ചിട്ട് വരാം. തോന്നുന്നു കരയില്ലേ, അമ്മ വരാവേ. കരയല്ലേടാ. പൊട്ട് വയ്ത്ത ഒരു വട്ടനീല, കുളിർ പുന്നകയിൽ എന്നെ സുട്ടനീല, എൻ മനതിൽ അമ്പ് വിട്ട നീല. മച്ചു, സംസാരിക്കണോടാ. എടാ, നീ സംസാരിക്കുകയാണെ നീ ഒരുപാട് സംസാരിക്കും. വേണമെങ്കിൽ മരമോന്തോട് സംസാരിക്കും. നിങ്ങളുടെ അടുത്തല്ലടാ, എന്റെ ദേവതയോട്. എന്താ ദേവടയോ? എടാ, പന്നിമോന്തയുള്ളവനെ. ദേവത. ദേവട. ദേവത. ദേവട. നോക്ക്, ഈ പറഞ്ഞു തരാൻ പറ്റാതെ എന്റെ മാഷ് തൂങ്ങിച്ചെത്താ. ഒരുമാതിരി ആവശ്യമില്ല ക്ലാസ് എടുക്കരുത് കേട്ടോ. ഓണത്തിൽ നിന്ന് ഇൻഡസ്ട്രി പോയി കൺട്രി ഫെലോസ്. പോടാ, സ്നേഹിച്ചു നോക്ക്. ഇനിയും 2 കണ്ണുകൾ കടം വാങ്ങാൻ തോന്നും. എന്തിനാണ് ഇതൊക്കെ? ആദ്യം എന്റെ കടയിൽ പറ്റി കാശിങ്ങതാടാ. എന്തിനാടാ എന്റെ കട ഒന്ന് കുത്തിയിരിക്കുന്നത്? അതൊക്കെ നിസ്സാര കാര്യമില്ലടാ. ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയാ തരാം. ഇത്തിരി ഓവറാ കേട്ടാ. കിട്ടുമ്പോ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ വീണ്ടും വീണ്ടും തന്നെ ചോദിക്കുന്നത്. തരാ, സമാധാനിക്കും. ഒരു വില്ലൻ ലുക്ക് ഉണ്ടല്ലോ. അവൻ തന്നെ അവളെ ബോബ് കട്ടിങ് ചെയ്ത് കൊണ്ടുവന്നു. മച്ചു, ഒരുപക്ഷെ നിന്റെ കാര്യം വീട്ടിലെറിഞ്ഞിട്ട് അവളെ കൂടെ ബോഡി ഗാർഡിനെ വിട്ടതാണോ? പേര് സുനിത. നമുക്കെന്നാ അനിതാന്ന് വിളിച്ചാലോ? ഇതെന്താടാ വലിയ കാര്യം? പെട്ടെന്ന് നിന്റെ അച്ഛന്റെ പേരെന്ന് പറഞ്ഞു നോക്കട്ടെ. എന്തഴകാടാ മച്ചു. കള്ളം പറയാടാ. ഏയ്, അല്ല മച്ചു, കൂടെ ഒരാൾ ഡ്രോപ്പ് ചെയ്യാൻ വന്നില്ലേ, അത് ആരാണെന്നൊരു ഡൗട്ട്, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് പോലും സന്തോഷിക്കാൻ വിടില്ലല്ലേ? അല്ലടാ, ആ പെണ്ണ് നല്ല സൂപ്പർ ഫിഗർ. ഇതുവരെ ആരെയും പ്രേമിക്കാതിരിക്കുവോ? ഉറപ്പായിട്ടുണ്ടാവില്ലടാ, കണ്ടുപിടിക്കാം. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ ഭഗവാനെ. ചായക്കടക്കാരാ, കയറും ടോർച്ച് ലൈറ്റും എല്ലാം കൊണ്ടുപോടാ. വേഗം പോടാ. ഒരു ആക്ഷൻ കിങ് അർജുൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നെ കണ്ടു മാഡം.
ഒട്ടും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പേരെടുത്ത് വിളിച്ചാലോ? ഷൂ ഷൂ. നിന്റെ പാദം തൊട്ടപ്പോ എന്റെ കാലുകൾ വേദനിച്ചില്ല. പക്ഷെ നിന്റെ നോട്ടം കിട്ടാത്തത് കൊണ്ട് എന്റെ ഹൃദയം വേദനിക്കും. കൈ മുല്ലപ്പൂ പോലെ ഇരിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ, ബസ്സിൽ പ്രേതം. നിങ്ങളെയാ എടാ നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ. ഞങ്ങൾക്ക് യൂണിയനുണ്ട്. പോടാം. പോടാ പോ. നീ പാതി നാ പാതി കണ്ണെ ടൊണ്ടൊടേ. അരികിൽ നീ ഇன்று തൂങ്കാതെ കണ്ണെ ടൊണ്ടൊടേ. നീ കാരണം എന്റെ കൺട്രോള് പോയിരിക്കുക. പോ. വൈ മച്ചു? എന്തിനോയി മച്ചു? രാവിലെ ബസ്സിൽ അത്രയും പേര് എന്നെ അടിച്ചപ്പോ നീ ഇടപെട്ടോ? മച്ചു, ആ സമയത്ത് ഞാൻ നിന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത ആ പെണ്ണിന്റെ മുമ്പിൽ എന്റെ ഇമേജ് എന്താവും? നിന്നെ എപ്പോ വേണമെങ്കിലും സമാധാനപ്പെടുത്താം. സുനിതയെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ ഇടപെടാഞ്ഞത്. പക്ഷെ ആ പെണ്ണില്ലായിരുന്നെങ്കിൽ, ഇങ്ങോട്ട് നോക്ക്, നിന്നെ അടിച്ച ഓരോ അടിക്കും ഞാൻ അവന്മാരെ തല്ലി താളം തുളിച്ചാനെ. നീ എന്റെ തവലടിക്കാരനോ? രാവിലെ അടി ഉണ്ടാക്കിയ ഗ്യാങ് ആയി 4 പേര് ഒന്ന് ചോദിച്ചിട്ട് പോയി. പോടാ. ബീർ വാങ്ങി തരാടാ. നിന്റെ കാശിന സ്ട്രോങ് ബിയർ. നീ വാങ്ങിച്ചിരുന്ന ബിയറിന് വേണ്ടി ഞാൻ പറയുമല്ല. ഞങ്ങളെ പോലുള്ള ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് നിന്റെയൊക്കെ ലവ് സക്സസ് ആവുന്നത്. അതാദ്യം മനസ്സിലാക്കി. ഓക്കെ എന്തോ പോയി രാവിലെ ഒരുത്തം കൊണ്ടുവിട്ടില്ലേ, അവൻ ആരാണെന്ന് ചോദിച്ചിട്ട് വാ. ഇവനെത്ര ധൃതി? പോടാ. തേനെടുക്കുന്നവൻ പുറം കൈ നക്കാതിരിക്കുവോ? അതാടാ പറഞ്ഞേ. പോടാ. പോ. ചോദിക്കാല്ലേ, അവൾ ഒറ്റയ്ക്കാ. അയ്യോ, തുറച്ചു നോക്കാണല്ലോ. അണ്ടാരം ഫോണിനകത്ത് കാതിലും വെച്ചു. അണ്ണാ എവിടെയാ? അതാരാ പുതിയ ക്യാരക്ടർ? ഇവൻ എന്തെടുക്കുക? വരുമ്പോ റെയിൻകോട്ട് എടുത്തിട്ട് വരണം. ഓക്കെ, ബൈ ബൈ. ഇപ്പൊ സംസാരിച്ചാ ശരിയാവേല. വരല്ലേ എടാ, വരല്ലേന്ന്. അയ്യേ, ഇനി പണി പറ്റില്ലെന്ന് തോന്നുന്നു. എന്താടാ നീ ഒന്നും മിണ്ടാതെ പോകുന്നത്? അവളുടെ അണ്ണനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ണനോട് വരാൻ പറഞ്ഞോ? എടാ പോടാ. അല്ലടാ. ആലോചിക്ക്, ഞാൻ നിങ്ങളെ ഒരു പുകയെടുക്കാം. അപ്പൊ ധൈര്യം വരും. എന്തായാലും ഒന്ന് പറയണം. സോറി ട്ടോ. യോ, എങ്ങനെ പറയും? അതെ, അത് പിന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഞാനും നിന്റെ അടുത്ത് സംസാരിക്കാനിരുന്നേ. പറഞ്ഞോളൂ. എന്തിനാ നീ എന്റെ പുറകെ നടക്കുന്നേ? നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. അയ്യോ, ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങളോടൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്തു പറയാൻ? ഞാൻ നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നു. അത് പറയാനാ വന്നേ. ഹലോ, എന്താ പറഞ്ഞേ? അതേന്ന് എപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടോ അപ്പൊ മുതൽ ഞാൻ നിങ്ങളെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. ഹലോ പ്ലീസ് നിർത്ത്. എന്താ ഈ പറയുന്നേന്ന് അറിയോ? എനിക്ക് കല്യാണം ആയതാ. കല്യാണം കഴിഞ്ഞ പെണ്ണിനോടാണ് ഇങ്ങനെ പറയുന്നേ. തനിക്ക് ബോധമില്ലേ? കല്യാണം കഴിഞ്ഞു? നോണ പറയരുത്. നോണ പറയേണ്ട ആവശ്യം എനിക്കില്ലടോ. എന്റെ കല്യാണം കഴിഞ്ഞതാ. ഒരു പ്രധാന കാര്യം പറയാം, കേക്ക്. ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരുടെ പേര് പറയാൻ തന്നെ നാണിക്കും. പക്ഷെ സിറ്റിയിലുള്ള പെണ്ണുങ്ങൾക്ക് അവർക്ക് ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുന്നതേ നാണക്കാണ്. ഹലോ മിസ്റ്റർ,
ദയവേത് കരയാതെ ആരെങ്കിലും കണ്ട ഞാനാ തെറ്റിയതെന്ന് പറയും. പറയാതെ. ഹലോ മിസ്റ്റർ, നിന്റെ പേരെന്താ? എന്താ മനസ്സിലായില്ല? അരവി. അരവി അറിയില്ലാത്തൊരരവി. അരവി അരവി ഞാൻ പറയണോന്ന് കേക്ക്. നീ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. നേരത്തെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്നെ ഡെയിലി ഒരാൾ വന്ന് ഡ്രോപ്പ് ചെയ്യില്ലേ, അയാളാ എന്റെ ഹസ്ബൻഡ്. അയാള് നിന്റെ അണ്ണനല്ലേ? അണ്ണന്നല്ലേ നീ വിളിക്കുന്നേ? അദ്ദേഹത്തിന്റെ പേര് അണ്ണാമല, ഷോർട്ടായിട്ട് അണ്ണാന്ന് വിളിക്കും. ഓടി മരാന്ന് വിളിച്ചാ പോരായിരുന്നോ? എന്തിനാടി അണ്ണ അണ്ണാന്ന് വിളിച്ചേ? ഹലോ മൈൻഡ് യുവർ വേർഡ്സ്. അത് എന്റെ ഇഷ്ടം, ഞാൻ എങ്ങനെ വേണേലും വിളിക്കും. അത് ചോദിക്കാൻ നീ ആരാ? കെട്ടാൻ പോകുന്നവൻ കെട്ട് കഴിഞ്ഞവൻ ഇവരുടെ കൂടെ ബൈക്കിൽ ജോളിയാറ്റുള്ളമാർ പോവുള്ളൂ. ചേട്ടാനിയന്മാരുടെ കൂടെ ഒന്നും കെട്ടിപ്പിടിച്ചതുപോലെ ജോളിയാറ്റുള്ളമാർ പോവില്ല. മനസ്സിലായോ? അത് നിന്റെ വീടിന്റെ മുമ്പിൽ നിന്നപ്പോ നീ വേറെ ഏതോ ഒരു കുട്ടിക്ക് കൊടുത്ത പോലെ ഉമ്മ എനിക്ക് തന്നല്ലേ? അതെന്റെ കുഞ്ഞാ, ഞാൻ ഉമ്മ കൊടുത്തു. അയ്യോ, അപ്പൊ കുട്ടിയുണ്ടോ? നീ എല്ലാത്തിനും നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കണ്ടത്. നീ ആ പെണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പർ റോഡിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നോക്ക്, ഇതാണ് ലാസ്റ്റ്. ഇനി എന്റെ പുറകെ നടക്കണ കണ്ട ചെരുപ്പിനടിക്കും ഞാൻ. അവൾക്ക് എങ്ങനെയത്? എന്റെ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ പേര് അണ്ണാമല. അവള് ഷോർട്ടായിട്ട് അണ്ണാന്ന് വിളിക്കും. അവളുടെ പേരെന്താ? സുനിത. അവനെങ്ങനെ ഷോർട്ടായിട്ട് വിളിക്കും? സുനി. എന്റെ മച്ചു, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതിന് മുന്നേ അവക്ക് കല്യാണം ആയോ ആയില്ലയോ? മതി ബ്രോ, ഇതിന്റെയൊക്കെ മറുപടി കഴിഞ്ഞ സീൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ചുമ്മാ കാണാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതൊക്കെ വിടും ബ്രോ. ദോ അവിടെ ഒരു ഹോട്ടൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വിശക്കുന്നില്ലേ? അതെ. എന്നാ പിന്നെ വല്ല കഴിച്ചിട്ട് പോയാലോ? നിനക്ക് വിശക്കുന്നു പറ, എന്തിനാ എല്ലാവരുടെയും തലയിലിടുന്നേ? അല്ലെങ്കിൽ നീക്കൊന്നും കഴിക്കില്ലല്ലോ. ഇവിടെ 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 സമാധാനപ്പെട്. ലോലിപോപ്പ് 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 ഇഞ്ഞി എനിക്ക് വേണം. സമാധാനം കഴിക്കും. എല്ലാവർക്കും ഉള്ളതുണ്ട്. അല്ല പവറേ, നിങ്ങൾ കഴിച്ചില്ലേ? ഇല്ല മച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്. രാകേഷേ, നിന്റെ പ്രേമത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. ആ പറ മച്ചു, കേക്കട്ടെ. അതിനെ കുറിച്ച് എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നേ? എന്തായാലും കുറെ ദൂരം പോവാനില്ലേ? പറഞ്ഞാലേ പറ്റുള്ളൂ ബ്രോ. ഇതെന്താണെന്ന് അറിയോ? അയ്യോ, അത്രയ്ക്ക് സീരിയസ് ആണോ? കുഴപ്പമില്ല, പറയ്. എന്താ, പ്രേമമാണോ? ഫീലിങ്സ്. ഡിഫാം പഠിത്തം കഴിഞ്ഞ് ജീവിതത്തിന് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ നടന്ന കാലം. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം. അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലും മെഡിക്കൽ ഷോപ്പും എൻ്റെ ചുമതലയിലായി. മനസ്സിൻ്റെ താളം തെറ്റിയ ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു മരവിപ്പിലായി. ജീവിതത്തിൻ്റെ ഗൗരവം അറിയാതെ ചുറ്റിക്കറങ്ങിയ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരു ബാധ്യതയായി. സ്വന്തമെന്ന് പറയാൻ ഹോസ്പിറ്റലും അവിടെ ജോലി ചെയ്യുന്നവരും മാത്രം. അവരുടെ മുൻപിൽ ഞാനൊരു ഓൾറൗണ്ടറായി. ആ സമയത്താ എൻ്റെ ലൈഫിനെ കീഴ്മേൽ മറിച്ചത്. കാക്കക്കൂട്ടത്തിലേക്ക് ഭംഗിയുള്ളൊരു മയില് വന്ന എങ്ങനെയുണ്ടാവും?
ഡോക്ടർ ഉണ്ടോ ഇവിടെ? രാഘവ, എമർജൻസി. എമർജൻസിയോ? എവിടെ? ഒക്കെ നമുക്ക് ശരിയാക്കാം കിടന്നു ഇല്ല വയറു കുഴപ്പമില്ല പിടിച്ച എടുക്ക എനിക്ക് ദേഷ്യം വരും കേട്ടോ. മനസ്സിലായി ചേച്ചി. അയ്യോ എന്താ എല്ലാവർക്കും ഭ്രാന്താണോ? ഞാൻ നേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അയ്യോ പോ പേഷ്യന്റ് ആരാ നേഴ്സ് ആരാന്ന് അറിഞ്ഞൂടാ. പോയേ. സോറി മാഡം. നീ ആരാ? അറിയാതെ പറ്റിപ്പോയതാ, മനസ്സിൽ വെക്കല്ലേ. ഡോക്ടർ വരും, നിങ്ങൾ പോയി കണ്ടോ. നിന്റെ ജോലി കഴിഞ്ഞില്ലേ? പോട തെണ്ടി. എന്നെ തേണ്ടിന്ന് വിളിച്ചേ? ഞാൻ ആരാന്ന് കാണിച്ചു തരാം. എടീ, ഈ ഹോസ്പിറ്റലേ എന്റേതാ. സർ, ഇതൊന്നും കാണേണ്ട ആവശ്യമേ ഇല്ല. പേഷ്യൻസ് ഇല്ലാത്ത ആശുപത്രിക്ക് 4 നഴ്സ്. നിങ്ങൾ ശുപാർശ കത്തോടെ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളും ജോയിൻ താങ്ക് ചെയ്തു. യു സർ. പിന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ പേഷ്യൻസിനെ ഭംഗിയായിട്ട് നോക്കണം. ഷുവർ സർ, തീർച്ചയായും. ഓക്കെ. ഫസ്റ്റ് ഈ ലിഫ്റ്റ് ലോക്ക് ചെയ്ത് വെക്കണം. എന്നും ഓരോരുത്തർ വീഴ. ഓക്കെ, നോക്കിക്കോളൂ. കേരളത്തില് ഗ്രാമൊന്നും പട്ടണൊന്നും വ്യത്യാസമൊന്നും ഇല്ലടി. കാണിച്ചു തരാടി. അയ്യോ അമ്മേ, ഇവള് പെണ്ണാണോ അതോ ഫീമെയിൽ മൈക്ക് ടൈസൺ ആണോ? അയ്യോ സോറി, അറിയാതെ ഇടിച്ചതാ. അറിയാതെ? എന്താ ഗ്രാമത്തിൽ നിന്ന് വന്ന് എന്നോട് വെളച്ചിൽ കാണിക്കുന്നു? പിന്നെ ഇവിടെ തന്നെയാ ഞാൻ നഴ്സിംഗ് പഠിച്ചത്. എന്നോടാ. നിന്നെ പോലെ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാറി നിക്കടാ തെണ്ടി. ഇവളെങ്ങനെയൊന്ന് ഒതുക്കും? വൃന്ദ, എന്തായി കാണിച്ച മോളെ? വൃന്ദ, ഇവനെന്തിനാ ഇവിടെ വന്നേ? അയാളുടെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോവുക. എന്താ സാർ, എന്തായി പറയുന്ന? എന്തെങ്കിലും സംഭവിച്ച എന്താ ചെയ്യാ? എക്സ്ക്യൂസ് മീ, കുറച്ച് മാറിയെന്നേ. പൾസ് കുറഞ്ഞോണ്ടിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോവുക. സർ, എന്താ പ്രശ്നം? എന്റെ മോൾ ആരുടെ കണ്ണിൽ പെടാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരിവിടെ തന്നെ ഉണ്ട്. 5-ാം നമ്പർ പേഷ്യന്റിനെ കുറിച്ചാ പറയണേ. ഓ മോളെ, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്ത. നീ നിന്റെ വായടക്കടി. ശബ്ദം ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങളുടെ മോള് മാത്രമല്ല, മറ്റുള്ളവരും ഉണ്ട്. ഇപ്പൊ പറ, എന്താ പ്രശ്നം? അത് പിന്നെ നിങ്ങളുടെ മോളും ആ പയ്യനും സ്നേഹിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അവള് പോയിസും കുടിച്ചു. ഇപ്പോ ഒരേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യരുതെന്ന് പറയുന്നു. അച്ഛനമ്മമാരും മക്കളുടെ മനസ്സറിഞ്ഞില്ലെന്ന് വെച്ചാ മറ്റുള്ളവരെങ്ങനെ തിരിച്ചറിയും? ഇനി അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, നിങ്ങളെ പോലെയുള്ള പാരന്റ്സിനാണ് ആവശ്യം. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ മോളെ പോയി കാണാം. ബാക്കിയെല്ലാം ഡോക്ടർ പറയും. കഴിഞ്ഞ അവരെ ഒന്നാക്കാൻ തീരുമാനിക്കും. എന്താ? ഒന്നുമില്ല. പോടാ തെണ്ടി. മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, എന്നോട് മാത്രം ഈ പണ്ടാരെന്താ ഇങ്ങനെ? വിഷമിക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ ശരിയാവും. കഴിക്കാൻ ഇഡലി അല്ലെങ്കിൽ ബ്രെഡ് കൊടുക്ക്. പറഞ്ഞിട്ട് എത്ര നേരമായി? ഫസ്റ്റ് പേഷ്യന്റ്, അത് കഴിഞ്ഞിട്ട് ഓണർ കിണറ്.
വിളിക്കണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കേ. അനിയ അത് തീരുമ്പോ ഞാൻ തന്നെ എടുത്തു തരാം. ഇപ്പൊ വിടുമോനെ. അമ്മേ, ചിരിക്കാതെ എഴുന്നേപ്പിക്കടാ. എന്താടി ചിരിക്കാതെ എഴുന്നേൽപ്പിക്കാനോ? തെണ്ടി. എന്താ ഇപ്പൊ ഒന്ന് വിളിച്ചേ കേക്കട്ടെ. പോടാ. പാവാണെന്ന് കരുതി എടുക്കുക. രാകേഷ് എന്താ പറ്റിയേ? അമ്മേ, പോടാ തെണ്ടി. 12 വർഷമായിട്ട് ബോട്ടിൽ. ഹലോ സർ. ബിസിയാ? വാ. നീയോ? അയ്യടാ. എന്താ ഇത്? ഈ മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു എന്റെ ഡോക്ടർ. ഒരു വലിയ ഡോക്ടർ. ഉടനെ പറ്റിയല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. വെയിറ്റ് ചെയ്യ്. എടാ എന്തിനാടാ ആശുപത്രി നടത്തുന്നേ? ആരെയും കാണുന്നില്ലല്ലോ. ഞാനാടാ വിളിച്ചേ നാശം പിടിച്ചവനെ. തൊണ്ടവേദനയ്ക്ക് മരുന്ന് വെച്ചപ്പോ നീ എന്ത് വേദനയ്ക്കാടാ മരുന്ന്? എന്റെ ഭയങ്കര ശബ്ദം നീ മാറ്റിയല്ലോടാ. ചേച്ചി അത് എന്റെ മിസ്റ്റേക്ക് അല്ല, കമ്പനി മിസ്റ്റേക്കാ. എന്താ കമ്പനി മിസ്റ്റേക്ക്? കുറ്റം കേട്ടവനെ. എന്റെ കെട്ടിയോന്റെ ശബ്ദം കേൾക്കണ്ടാന്ന്. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് പ്രാന്തിയായിരിക്കൂടാ. അവൻ അല്പം പോലും നാണുണ്ടോ നോക്കി ഇത്രയും പറഞ്ഞിട്ട് നിന്ന് ചിരിക്കുന്നത് കണ്ടാ? തല കണ്ട ഇടിയപ്പം പോലെ ഒരളിഞ്ഞ മോന്തയും. എന്താ എന്നെ നോക്കി ചിരിക്കുന്നേ? എന്റെ കെട്ടിയോള് പ്രാന്തിയായിരിക്കുന്നു പറഞ്ഞല്ലേ, അതാ നിന്നെ നോക്കി ചിരിച്ചേ. ആരാണ് നിന്റെ കെട്ടിയോള്? അത് തന്നെ. നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എന്താടാ പറഞ്ഞേ? ആശുപത്രി പ്ലേ ഗ്രൗണ്ടാ. എന്താ ഇവിടെ നടക്കുന്നത്? അതന്നെ സാർ ഞാൻ ചോദിക്കുന്നേ. അകത്ത് നടക്കുന്നേ ഒരുത്തനെ കമഴ്ത്തി കിടത്തി കുമ്മി അടിച്ചോണ്ടിരിക്കുകയോ. ഫയൽസിന് പിന്നെ എന്ത് ചെയ്യണേ? ഫയൽസ് എന്താന്നറിയില്ലേ? മൂലം. ആദ്യം ഡോർ ക്ലോസ് ചെയ്യ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. സാർ അകത്തോട്ട് പോ. സാർ എന്താ ഇവൻ എന്നോട് അകത്ത് പോകാൻ പറഞ്ഞേ? എന്താ ഇവിടെ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയോ നടക്കും. എല്ലാരും പുറത്തോട്ട് പോ, കാറ്റ് കയറട്ടെ. പോവാനല്ലേ പറഞ്ഞേ? അപ്പൂപ്പനെന്താ നിന്റെ സ്വന്തക്കാരനാ? അല്ല. പിന്നെ നിന്റെ മോന്തെന്താ എങ്ങനെ ഇരിക്കുന്നേ? മാറ. ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് നാളായിട്ടുള്ള ഒരേ ഒരു പേഷ്യന്റ് ഇയാളാ. അതുമല്ല എന്റെ മെഡിക്കൽ ഷോപ്പിൽ സെയിൽ ആവുന്ന ഒരേ ഒരു മെഡിസിൻ ഗ്ലൂക്കോസാ. അത് കൊടുക്കുന്നത് ഇയാൾക്കാ. ഇപ്പൊ ഇയാളും പോയ കൈയെടുക്കടാ. ഒരു ജീവൻ പോകുന്നതിന് വിഷമമില്ല, നിനക്ക് ഗ്ലൂക്കോസ് ചെലവാകത്തില്ല വിഷമം. മാഡം ഇപ്പൊ തീരുവോ അതോ ഇനിയും ലേറ്റ് ആവോ? എന്താ ടിഫിൻ ഇപ്പൊ റെഡി ആവുന്നുള്ള പോലെ ചോദിക്കുന്നത്? പോടോ, തീരും പറയിക്കാം. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അച്ഛനും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. അതാ പറഞ്ഞേ. തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറ. അത് വേണ്ടിടത്തൊക്കെ ഒപ്പിട്ട് വാങ്ങിയില്ലേ? പിന്നെന്താ? ഓ എഴുതി കിട്ടിയ പകുതി ഇവിടെ തന്നെയായി. നിന്നെ വിചാരിച്ച് ചിരിക്കണോ ദേഷ്യപ്പെടണോന്ന് അറിയില്ല. ഇല്ല, ചുമ്മാതാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, നീ ഒന്ന് നോക്കിക്കോ. ജെനി, എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഐ ലവ് യു. അയ്യോ എന്നെ അച്ഛാ.
ഹലോ, പറയടി. ഡാ നീ ഇപ്പൊ എവിടെയാ? ഫാർമസി വന്നതാ. അച്ഛൻ വിളിച്ചിരുന്നു, അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്, വളരെ സീരിയസ് ആന്ന്. എടാ എനിക്ക് ഉടനെ പോണം. എന്തു പറ്റി? അറിയില്ല, ഇപ്പൊ സമയമില്ല. 1:10 ട്രെയിൻ. നീ വരുവോ? ഞാനിപ്പോ സീപോർട്ട് എയർപോർട്ട് റോഡിലാ. ഇപ്പൊ ഇറങ്ങിയാലും എത്തുമ്പോ 2:30 ആവും. വേണ്ട, നീ ധൃതി പിടിച്ച് വരണ്ട, ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം. വിഷമിക്കാതെ പോയിട്ട് വാ. അവിടെ ചെന്നിട്ട് എനിക്ക് കോൾ ചെയ്യും. ശരി. ജെനി. രാകേഷ്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്. ഏയ്, എന്താ ഇത്? നീ ഇറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ശരി, ബൈ. അമ്മേ, നീ ഇവിടുന്ന് ജോലിക്ക് പോയാ അതോ പ്രേമിക്കാൻ പോയാ? രാകേഷ്, നമ്മുടെ കാര്യം എന്റെ വീട്ടിൽ അറിഞ്ഞടാ. എന്നെ കള്ളം പറഞ്ഞാ വിളിച്ചു വരുത്തിയത്. ഈ വെള്ളിയാഴ്ച സെന്റ് ജോർജ് പള്ളിയിൽ വെച്ചെന്റെ കല്യാണമോ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോടാ. എന്നാ മേടിച്ചു? അടുത്ത വെള്ളിയാഴ്ച. അത് നമുക്ക് നോക്കാം. നീ ആ എമൗണ്ട് റെഡിയാക്ക്. നമസ്കാരം ബ്രോ. ഗോപി പറഞ്ഞു എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. അതെ ബ്രോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ ലവറിനൊന്നും സംഭവിക്കില്ല. എത്ര ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്? 2 എടുക്കാനല്ലേ നീ പറഞ്ഞേ? റിട്ടേൺ ജനിക്കും കൂടി ചേർത്ത് 3. 1 നാട്ടിലേക്ക്, 2 ബാംഗ്ലൂർക്ക്. ആ പെണ്ണിനോട് ഇൻഫോം ചെയ്തോ? ഫോൺ ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല. ബട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. നാളെ രാവിലെ 7 മണി കഴിഞ്ഞ് 8 മണിക്ക് മുന്നെയാണ് മാരേജ് ടൈം. ജെനിഫറിനെ രാവിലെ 6 മണിക്ക് തന്നെ ചർച്ചിലേക്ക് കൊണ്ടുവരും. ഇത് കൊച്ചിക്കുള്ള നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്. രാവിലെ 5:30 മണിക്ക് നീ എയർപോർട്ടിലെത്തണം. അതിൽ നീയും അരുവിയും കൊച്ചിക്ക് പോകണം. ഞാനോ? ഫ്ലൈറ്റിലോ? എനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. എടാ, ഇന്ത്യക്കകത്ത് പോകുന്നതിന് പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. ഓ, പറഞ്ഞു. എടാ, എയർപോർട്ടിൽ നിന്ന് ചർച്ചിലേക്ക് 1/2 മണിക്കൂറാണ് ട്രാവൽ. 6:45 ചർച്ചിലെത്താം. അപ്പൊ നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അകത്ത് പോയി എങ്ങനെയെങ്കിലും ആ പെണ്ണിനോട് സംസാരിച്ച് പുറത്തു കൊണ്ടുവരണം. ഇവൻ വെളിയിൽ ടാക്സി ആയിട്ട് വെയിറ്റ് ചെയ്യും. 8:15 കൊച്ചിൻ ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ്. അതിൽ നീയും ജെനിഫറും പോണം. അടുത്ത ഫ്ലൈറ്റ് മിസ്സാവാതെ നീ ഇവിടെ എത്തണം. അളിയാ, പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് നടന്നില്ലേ? ഇനി നമുക്കൊരു ചെറുതടിച്ച് ടെൻഷൻ മാറ്റാം. അതെ മച്ചു, ഭയങ്കര ടെൻഷൻ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ബ്രോ, ഞങ്ങളൊക്കെ വരുമ്പോഴേ തയ്യാറായിട്ടാ വന്നത്. അത് ശരി, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. സംസാരിച്ചു കൊന്നോളെ. രാഘവ, എടാ രാഘവ, ഡോക്ടർ വരുന്ന സമയായി. ഡോക്ടറോ? 6:15? കള്ളൂണിയന്മാര് എന്തൊക്കെ വീരവാദമായിരുന്നു. ഇവനെയൊക്കെ വിശ്വസിച്ചാലും ഭേദം ഞാനിങ്ങ് ഒറ്റയ്ക്ക് പോന്നാ മതിയായിരുന്നു. എന്ത് പറ്റിക്കാണെന്നൊന്നും അറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, കുറച്ച് വഴി തരൂ. അകത്ത് പോയി പ്രാർത്ഥിക്കണം.
ഭഗവാനെ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ച് എൻ്റെ നാട്ടിലെത്തിക്കണേ. ഞാൻ ഏത്തോട്ട് പ്രാർത്ഥിക്കാം. ഭസ്മം ഉണ്ടാ? എന്താ ചോദിച്ചേ? സാരില്ല, ഞാൻ പുറത്തു പോയി വാങ്ങിച്ചോളാം. അയ്യോ എൻ്റെ അമ്മേ, ഏതെങ്കിലും ഒരുത്തനൊന്നും ഞോണ്ടിയാൽ മതി. എൻ്റെ കാര്യം പോക്ക. എല്ലാവരും അടുത്തടുത്ത് വരികയാണല്ലോ. എല്ലാവരും പിന്നെയും അടുത്തടുത്തായി. ഇവന്മാരെൻ്റെ മുതുകത്ത് കഥകളി കളിക്കുമല്ലോ. എസ്കേപ്പ് ആവാൻ രാകേഷേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഭസ്മ എവിടെ കിട്ടും? ഞാൻ പഴനി പോയി വാങ്ങിച്ചോളാം. സോറി ജെന്നി. മണമാലയും മഞ്ചളും സൂടി പുതു കോലത്തിൽ നീ വരും നേരം അണ്ണൻ വിഴികൾ കണ്ണീർ മഴയിൽ നനൈന്തേ. കൊച്ചി കിടന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് കോയമ്പത്തൂരേക്ക് വഴി ചോദിച്ച പോലുണ്ട് മണ്ടൻ. എടാ, നിന്റെ നാണം കെട്ട കഥ കേട്ട് വണ്ടിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. മച്ചവു, ജീവിതത്തിലെ മനുഷ്യരുടെ ജീവൻ ഒരു തവണ പോവുള്ളൂ. അതാടാ മരണം. അത് ദിവസം തോറും പൊക്കോണ്ടിരുന്ന അതിൻ്റെ പേരാടാ പ്രണയം. രണ്ടിനും ഒരേ ഫീലാടാ. എന്താ കണ്ടുപിടുത്തം? എടാ ശിവ, രണ്ടുപേരുടെ കഥയും കേട്ടു. ഇനി നിന്റെ കഥ എന്താന്ന് പറ. എന്താ ബ്രോ കഥയെന്ന് പറയുന്നേ? ഇതെന്റെ ലൈഫിലെ മറക്കാൻ പറ്റാത്തൊരു കാവ്യം പോലെയാ. എന്തായാലും പറ. ദയവീത് വേണ്ടടാ. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, എന്റെയും കേൾക്ക്. ബ്രോ, ഇതെന്താന്നറിയോ? പ്രേമമെന്നും പറഞ്ഞു, ഫീലിങ്സ് എന്നും പറഞ്ഞു. ഇനി ചരക്കാണോ? സൂപ്പർ മച്ച്. ഇല്ല ബ്രോ, താടി. தென்னை வைத்து குருத்தோல பெட்டி செஞ்சு சீனி போட்டு நீ திங்கு செல்லமாய் பிறந்தவளோ. ഞാൻ ഒരു ദിവസം പതിവുപോലെ ജോഗിങ്ങിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ആഹാ, ജോഗിങ്ങിന് പോകുന്ന ശീലമൊക്കെ ഉണ്ടോ? നിങ്ങൾ ചുമ്മാരി ബ്രോ. അവൻ ജോഗിന് പോകുന്ന എന്താണെന്നറിയോ? എന്താ? വണ്ടി പഞ്ചർ. പഞ്ചറോ? പഞ്ചറൊന്നും ഇവിടെ ഒട്ടിക്കത്തില്ല. അടുത്ത കടയിൽ പോ. വണ്ടി ചെറുതായിട്ട് പഞ്ചറായി, ഒന്ന് നോക്കാൻ വരുമോ? ഒന്ന് വരാൻ പറ്റുമോ? അയ്യോ, ഇവിടെയല്ല, കളക്ടറിന്റെ വീടിന്റെ അടുത്താ. നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നാലെ ഒന്ന് ഒട്ടിച്ചോളാം. ശരി ചേട്ടാ, വേഗം വരണേ. അതെ, ഒരു മിനിറ്റ്. നടന്നാണോ പോണേ? അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ വണ്ടി കൊണ്ട് പോക്കോ, ഞാൻ വന്ന് വാങ്ങിക്കോളാം. ശരി, തന്നെ. ഒരു മിനിറ്റ്, ചാവി എടുക്കട്ടെ. ഒറ്റ ചെറുക്കണല്ലോ. എന്ത് പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ അടിച്ചു തരാം. ശരി ചേട്ടാ. എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. അയ്യോ, മറന്നുപോയി, ചാവി ഇട്ടില്ല ചേട്ടാ. ശരി, ഇട്ടോ. പെട്ടെന്ന് വരണേ. നിങ്ങൾ പൊക്കോ, ഞാൻ സാധനം ഇട്ട് വന്നേക്കാം. ഇവിടെ പഞ്ചർ ഒട്ടിക്കില്ല അല്ലേ? അതെ. എന്താ? പഴയ വണ്ടിയാണെങ്കിൽ വീട്ടിൽ പോയി പഞ്ചർ ഒട്ടിക്കൂലേ? ഇന്നലെ ഞാൻ പഞ്ചറൊട്ടിച്ച പപ്പായ ഇന്നെന്തായാലും വഴുപ്പിക്കണം. എന്താ? പോടാ രാഘവത്തിൽ പറഞ്ഞവനെ. താങ്ക് യു മൈ ലോർഡ്. ഒട്ടിച്ചത് നിന്നില്ലെന്ന് തോന്നുന്നു. അവിടെയാ ബ്രോ ഞാൻ ആദ്യമായി എന്റെ ഷക്കീലയെ കണ്ടത്. ഷക്കീലയോ? നിർത്തടാ. എന്താ ബ്രോ? ഈ മോന്തക്കൊക്കെ പാട്ട് വേണോടാ? നിങ്ങളുടെ നായികമാർക്കൊക്കെ പാട്ടിട്ടില്ലേ? അവൾക്ക് വേണ്ടി അല്ലെങ്കിലും അവളിട്ടേക്കുന്ന ആ മേക്കപ്പിന് വേണ്ടിയെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്തൂടെ ബ്രോ? ശരി, ഇട്. ഒന്ന് വളയ്ക്കണമെന്നല്ലാണ്ട് പെണ്ണുങ്ങളോട് മറ്റൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ഷക്കീലയെ കണ്ടതു മുതൽ എൻ്റെ മനസ്സ് അവളുടെ പിന്നാലെ പോണതുപോലെ. എവിടെ അവളെ അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം എൻ്റെ പഞ്ചർ കടയുടെ മുന്നിൽ ഞാൻ അവളെ കണ്ടുമുട്ടി. ഞാൻ നോക്കുന്നുണ്ടെന്നറിഞ്ഞതും ബാറ്ററി ഇല്ലാത്ത സെൽഫോണിൽ അവൾ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഹലോ ഹലോ,
എന്നെയാ? നിന്നെ തന്നെ. ഇങ്ങ വാ. മനസ്സിലായി കാണൂ. എന്താ എന്താ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ നോക്കിയില്ലല്ലോ. നീ നോക്കുന്ന ഞാൻ കണ്ടു. മാഡം, നിങ്ങൾ നോക്കിയത് ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ഞാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ശരിക്കും ഞാൻ നോക്കില്ല മാഡം. എന്തേ, പഞ്ചറാണോ? ഇതുപോലെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത് കൊണ്ട് നല്ല സുഹൃത്തുക്കളായി. ശരി, ഞാൻ ജനിച്ചത് ഡൽഹിയിലാ. ഒരു ബന്ധമില്ലാത്ത കള്ളം പറഞ്ഞിട്ടാ അവൾ എന്നോട് അടുത്തിടപഴകിയത്. ഒരാളെ ലവ് ചെയ്ത് വിവാഹം കഴിച്ചു. ദീപാവലിക്കും പൊങ്കലിനും ഒക്കെയാ ഞാൻ അവരെ കാണുന്നേ. എന്തോ പറയണോന്ന് പറഞ്ഞിട്ട്? അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞതല്ലേ. നന്നായി ആലോചിച്ചാ ഞാൻ പറയുന്നേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഷക്കീല. എൻ്റെ പഴയ സ്വഭാവമെല്ലാം മനസ്സിനുള്ളിൽ മൂടി വെച്ചിട്ട് ഇനി ഷക്കീല തന്നെയെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ജയമാലിനെ കണ്ടപ്പോൾ പുതിയ ശിവ വീണ്ടും പഴയ ശിവയായി. ശിവ, ജയമാലിനെ ടച്ച് ചെയ്യുമ്പോൾ ഷക്കീലെ മറക്കല്ലേ. കൺട്രോൾ ചെയ്യടാ. രക്ഷപ്പെട്ടു. ഹായ്, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എപ്പോ വന്നു? ഇപ്പോഴാ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഓ ശരി ശരി. ഷക്കോ, നീ സംസാരിച്ചിരിക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ജയമാലു, ശരി നീ പോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? ഞാനൊന്ന് മെയിൽ എഴുതിയിട്ട് വരാം. ഓക്കെ. ഈ നേരത്തെ TV എന്നെ ചതിക്കുവാണല്ലോ. ദൈവമേ. അറിയത്തില്ല. ഞാൻ നന്നായി മാലു. ഷക്കീലെ അറിഞ്ഞ പ്രശ്നമായി. എന്നെ വിട്ട് മാലു. എന്ത് തെണ്ടിത്തരാടാ കാണിച്ചേ? നിന്നെ നല്ലവനാന്ന് കരുതി വീട്ടിൽ കേട്ടിട്ട് പറഞ്ഞാ മതി. നീ എന്താ നീ ഇത്രയ്ക്ക് ചീപ്പാ? ഇനി എന്റെ കൺമുമ്പിൽ കാണരുത്. പൊക്കോ. നീ എന്നെ കൊലപാതകയാക്കരുത്. പൊക്കോ. நானும் உந்தன் உறவை நாடி வந்த பறவை தேடி வந்த வேளை வேடன் செய்த லீலை தேடி வந்த வேளை வேடன் செய்த லீலை சிறகுகள் உடைந்ததடி. മച്ചു, ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇത് അവന്മാരുടെ കൂടെ വരുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നടാ. എന്താ ബ്രോ ഡള്ളായിട്ടിരിക്കുന്നേ? നിങ്ങളുടെ 3 പേരുടെ സ്റ്റോറി കേട്ടിട്ട് നമ്മുടെ ബ്രോ ഭയങ്കര ഫീലില്ല. ഞങ്ങളുടെ ലവ് സ്റ്റോറി എല്ലാം കേട്ട് നിന്റെ മനസ്സ് ഫീലായോ? വിടും.
ഫീലിങ്സോ? ഹലോ സാർ, നിങ്ങൾ എന്താ ചെയ്തിട്ട് വന്നതെന്നറിയോ? ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല. ബട്ട് സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന തെറ്റ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല. അതെ ബ്രോ, ഞങ്ങളെ വിശ്വസിക്കേ, എല്ലാം നന്നായി വരും. ഞങ്ങളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. മച്ചു, അവൻ ശരിയെന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് ഷഡ്ഡി ഇട്ടിട്ട് വാടാ, 3 പേരും വണ്ടി കയറടാ. അതെ, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. കാലത്ത് നിങ്ങൾ അടിച്ചില്ലേ, അതാരാ? അത് വേറെ ലവ് മാറ്ററാ ബ്രോ. ഇപ്പൊ എന്തിനാ വീട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അതെ മോനെ, ഇവന്മാര് 3 പേരും നിന്നോടെന്തോ കള്ളം പറഞ്ഞ് പറ്റിച്ചതാ മച്ചാ. ഓ ഒന്ന് നിർത്ത്. സത്യം പറഞ്ഞ നിനക്കൊക്കെ പ്രാന്താ. എന്താ പറ്റി മോളെ? മോളെന്തേലും പറ്റിയോ? ഒന്നുമില്ല. നോക്കടാ. അയ്യോ മോളെ, എന്താ പറ്റിയേ മോളെ? മുറിവായിണ്ടോ മോളെ? മോളാ വട്ടം ചാടി. മോളെ ഒന്നും പറ്റിയില്ല, പിടിച്ചോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വിട്ടറാ, ഒന്നും പറ്റില്ലല്ലോ. ചേച്ചി നിങ്ങൾ പൊക്കോ, ഒന്നുമില്ല. മോളെ, മോളുടെ പേരെന്താ? കാവ്യ. സോറി മോളെ, നോക്കിപ്പോ. വാടാ, കേറ് വാ. രക്ഷപ്പെടാനുള്ളതിന് പേരുന്നാളും ചോദിക്കുന്നു. ചോദിക്ക് പോറേ, ഇവൻ എന്തിനാ സോറി പറഞ്ഞെന്ന്? അതല്ല മച്ചു, എന്താണ് ആ കൊച്ചിനോട് നീ ക്ഷമ ചോദിച്ചത്? പവറേ, ഇവൻ മിണ്ടാതെ വന്നതിന്റെ കാരണം അതൊന്നും അല്ല. ആ കൊച്ചിന്റെ പേര് കാവ്യ. അതാണ് ബ്രോയ്ക്ക് ഒരു ഫീലിങ്സ്. ബ്രോ, കാവ്യ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ? ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെപ്പറ്റി കുറച്ചല്ലേ അറിയൂ. ബാക്കി കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അതെ മച്ചു, നിന്റെ പ്രേമത്തെ പറ്റി മാത്രം എന്താ നീ പറയാത്തെ? ചില കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റില്ല, അത് ഫീൽ ചെയ്താലേ മനസ്സിലാവും. അങ്ങനെയാണ് തുടങ്ങിയത് എൻ്റെ പ്രണയവും. അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുറവ് അറിയിക്കാതെയാണ് ചേട്ടനെ അടുത്ത് എന്നെ വളർത്തിയത്. എപ്പോൾ ഞാൻ കാവ്യയെ കണ്ടോ അപ്പം മുതലാണ് അമ്മയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടത്. എടപ്പള്ളി ബസ് സ്റ്റോപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോഴാ കാവ്യയെ ഞാൻ ആദ്യമായി കാണുന്നത്. അവളെ കണ്ടതും ഇളയരാജ എനിക്കായി ട്യൂണുണ്ടാക്കിയ പോലൊരു ഫീൽ. ആ വരികളും അങ്ങനെയായിരുന്നു. ബട്ട് അവൾ മിസ്സാകുമെന്ന് ഞാൻ കരുതിയില്ല. വീണ്ടും പിറ്റേ ദിവസം അതേ സമയത്ത് കാവ്യ അവിടെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു. കുറേ നേരമായിട്ടും അവൾ വന്നില്ല. ഞാൻ അവളെ മിസ് ചെയ്തോ എന്ന് എൻ്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു. കാത്തിരുന്ന് സമയം 11 പക്ഷേ എൻ്റെ മനസ്സ് അവളെ തേടി അവിടെ തന്നെ അലഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണ, കൃഷ്ണ,
നിന്റെ ചേട്ടന് അർജന്റായിട്ട് പുറത്തു പോകേണ്ട കാര്യമുണ്ടേ. നീ എന്ത് ചെയ്യണമെന്നോ? ശാലുവിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയാക്കിട്ട് വാ. ചേട്ടത്തി, അടുത്ത വീട്ടിൽ ആള് വന്നോ? വന്നു. കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾ 3 പേര്. കാലത്ത് ഭക്തിഗാനല്ലേ ഇട്ട് കേൾക്കുള്ളൂ. ഇവരെന്താ സിനിമാ പാട്ടിട്ട് കേൾക്കുന്നേ? നീ ആദ്യം ഷാലിനെ കൊണ്ടുപോയി സ്കൂളിലാക്കിട്ട് വാ. ദാ കൊച്ചിനെ ഞാൻ കൊണ്ടുവരാ, നീ നടക്ക്. അധികതാ, ഞാൻ താഴേക്ക് പോവാ, നീ വേഗം വാ. ആ ശരി, വേഗം വാ. കൃഷ്ണ, നീ എന്തെടുക്കുവാ? വാ വേഗം. വരുന്നേ അടുത്തേ. നീ പാർത്ത വിഴികൾ, നീ പാർത്ത നോടികൾ. എന്താ ഇതെന്ത് വേഷമാടാ? അല്ല, ഷേവിംഗ് ക്രീം. ഞാൻ ഐസ്ക്രീമാന്നാ പറഞ്ഞേ. പോയി മോൻ കഴുകു. ചേട്ടത്തി കഴിച്ചു ചേട്ടത്തി? കഴിച്ചു പൊന്നനിയാ. എന്തെങ്കിലും സഹായം വേണം ചേട്ടത്തി? ഒന്നും വേണ്ട, പോയി കുളിക്ക്. ഇല്ല, പാവം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതാ എന്തെങ്കിലും സഹായം. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ആ പെണ്ണിന്റെ പേര് കാവ്യ, സ്വന്തം നാട് മാഞ്ഞൂര്. മതിയോ? ചിണങ്ങാതെ പോയി കുളി. പോ. ഞാനെന്തോ ചോദിച്ചു, നിങ്ങൾ ആരെയോ പറ്റി പറയുന്നു? കാവ്യ. ഈ കരണ്ടിന്. ചേട്ടത്തി, ചേട്ടാ, ചേട്ടത്തി. കൃഷ്ണ, നീ എന്താ ഇവിടെ? പോ, വേഗം പോ. പകല് വന്ന് ഞാൻ നിന്നെ കാണാം. എന്തിന്? പോ കാവ്യ, പ്ലീസ്. പോവില്ല. പോ കാവ്യ, പോ. എന്താ? എടാ കൃഷ്ണ, എടാ എന്താടാ പിച്ചുമ്പയും പറയുന്നത്? എന്താട്ടാ? ഇതിവിടെ വെക്കുവാ, കറണ്ട് വന്നാ കെടുത്തിക്കോ. ശ്രദ്ധയോടെ പഠിക്കടാ. നീ കാണുമ്പോൾ ഒന്നുകിൽ ഷേവിംഗ് ക്രീമിലായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നത്തിലായിരിക്കും. ഛേ, എപ്പോഴാ നിന്നെ കാണുന്നതെന്നോ മിണ്ടുന്നതെന്നോ അറിയില്ലല്ലോ. ചേച്ചി, വീണ്ടും നീ വന്നോ? പ്ലീസ് പോ കാവ്യ. ഇങ്ങനെ എപ്പോഴും നിന്റെ മുന്നിൽ നാണം കെട്ട് വന്നിരിക്കുന്നേ. നല്ല ഹീറോ ഇൻട്രൊഡക്ഷൻ തരാം. ഇപ്പൊ ചെല്ല്. ഹലോ ഹലോ, എന്താ വട്ടാണോ? കൃഷ്ണ, എന്താ ഇത്? ഇല്ല ഇടത്തി, ചമ്മന്തിയിൽ ഉപ്പ്. മനസ്സിലായി, തുടക്കേ. എപ്പോ വന്നു കാവ്യ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു ഹെൽപ്പ് വേണം. എന്താ വേണ്ടേ? തെറ്റിദ്ധരിക്കരുത്, എന്റെ കോളേജ് ബസ് മിസ്സായി. എങ്ങനെയെങ്കിലും കോളേജിൽ പോയേ പറ്റൂ. നിങ്ങളുടെ സ്കൂട്ടി ഒന്ന് തന്നാ ഉച്ചയ്ക്ക് കൊണ്ട് തരാം. അത്രേ ഉള്ളോ? നിക്ക്, ചാവി എടുത്തോണ്ട് വരാം. അതിങ്ങ തന്നേക്ക്. നല്ല കുട്ടിയാ. എന്താ ഇപ്പോ നമ്മളെ മാത്രം മൈൻഡ് ചെയ്യുന്നില്ല. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? സാരില്ലേച്ചി, സമയായി. ഞാൻ പൊയ്ക്കോട്ടെ. ശരി. കൃഷ്ണ, എന്താ കാണിക്കുന്നേ നീ? അച്ചച്ചോ, ആ പെണ്ണ് ഫോൺ വെച്ചിട്ട് പോയി. കൃഷ്ണ,
എന്താ? ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ തരാൻ പറ്റും. സോ വാട്ട്? നത്തിങ്. മൊബൈൽ ഇതെങ്ങനെ? ഞങ്ങളുടെ വീട്ടില്. ഓ താങ്ക്സ്. സൈഡ്. നിനക്ക് ലവർ ഇല്ല. ദെൻ യു ആർ എ ഹോംലി ടൈപ്പ്. തീർച്ചയായും വർക്കിൽ സിൻസിയർ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഓ ബട്ട് യുവർ കാൽക്കുലേഷൻ ഈസ് റോങ്. നോ വേ. എന്റെ കാൽക്കുലേഷൻ മിസ്സേ ആവില്ല. ഈ കാലത്തെ പെണ്ണുങ്ങൾ സ്വർണം വരെ മറന്നു വെച്ചിട്ട് പോകും. ബട്ട് മൊബൈൽ നോ ചാൻസ്. ദെൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന പെണ്ണ് ബസ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ബോയ് ഫ്രണ്ടിനോടൊപ്പം ബൈക്കിൽ പോകും. ഇങ്ങനെ ആരോട് സ്കൂട്ടി കടം മേടിക്കില്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ടേ? പോയിട്ട് വാ. അതെങ്ങനെ അറിയാം? മൊബൈൽ റിമൈൻഡർ. ഓ ഏയ് താങ്ക്സ് ചട്നി മോന്തേ. കാ ഊ യാ കാവ്യ. അതാരാ ചിറ്റപ്പ? നിന്റെ കുഞ്ഞമ്മ. ഇവനെന്താ അങ്ങോട്ട് നോക്കുന്നേ? അമ്മേ, നമ്മുടെ വീട് ഇതാ, അതല്ല. ഇതുകൊണ്ടേ മുകളിൽ ഉണക്കായിട്ടിട്ട് വാ. ശാലു ഞാൻ പോയ കരയും. ചേർത്ത് പോയിട്ട് വാ. ആ അത് നീ നോക്കുന്ന രീതി കണ്ടാലേ മനസ്സിലാവും. ഇതൊന്നും നല്ലതിനല്ല. വാവ ഇതൊന്നും നോക്കണ്ട. വരുന്നുണ്ട് ചേച്ചി. ശരണ ചേച്ചി. ശാലു. ശാലു ചേർത്തി. ചേച്ചിയില്ലേ? ആ ഞാൻ ഇവിടെ ഉണ്ട് മോളെ. ചേച്ചി എനിക്ക് പിന്നെ യോഗ ക്ലാസ്സിന് പോണം. വൃന്ദ വന്ന ഈ ചാവി ഒന്ന് അവളുടെ കൈ കൊടുത്തേക്കണേ. ഓ യോഗ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടോ? ശരി കൊടുത്തേക്കാം. ശരി ചേച്ചി, താങ്ക്സ്. മോളെ ചെറിയ ചിറ്റപ്പൻ എന്തേ? അതിലും ചെറിയൊരു കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് നീ എവിടെ പോവാ? ക്ലാസ് കാണാൻ. ക്ലാസ് കാണാനോ? ഇല്ലല്ലേ, ക്ലോസ് ഫ്രണ്ടിനെ കാണാൻ. ഇതാണോ യോഗ ക്ലാസ്? യോഗ എന്റെ నాకు చాలా ഇഷ്ടം. നിൽക്കവിടെ. ആരാ നിങ്ങള്? എന്നെ അറിയില്ലേ? അറിയില്ല. നിങ്ങളെയോ എനിക്കറിയില്ല. ഞാൻ എന്താ നിങ്ങളോട് ചോദിച്ചോ? പോടോ. താങ്ക് യു ബ്രോ. ഇരിക്കവിടെ. എനിക്ക് യോഗ ഭയങ്കര ഇഷ്ടമാണ്. ഓവർ ടെൻഷൻ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. അങ്ങോട്ട് നോക്ക് സാർ. ഇയാളെ കൊണ്ട് കള്ളപ്പന്നി. എന്താ? ഒന്നുമില്ല ചേച്ചി. ഒട്ടിയല്ലോ. പോടാ. ഹായ്, എന്റെ പേര് കൃഷ്ണ. അറിയോ? ഹായ്. വാട്ട് യു വാണ്ട്? ചൂടായിട്ടൊരു കാപ്പി കുടിച്ചാലോ? ചുമ്മാ ഫ്രണ്ട്സ്. വേണ്ടേ? എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കും ഒരു പണിയുണ്ട്. എന്താ ഗ്രാൻഡ്മ, ഞാൻ എടുത്തു തരണോ? ഇത് എന്റെ അല്ല മോനെ, ഞാൻ വെറുതെ നോക്കുക. വിഷമിക്കണ്ട ഗ്രാൻഡ്മ, ഞാൻ എടുത്തു തരാം. ഒന്ന് പിടിച്ചേ. അയ്യോ ഇത് എന്റെ അല്ല മോനെ. എന്താ ഗ്രാൻഡ്മ മാറിക്കളഞ്ഞത്? ഞാൻ സമാധാനം പറയാനല്ലോ പോകുന്നത്. എന്റെ പഴയെല്ലാം താഴെയിട്ട് നശിപ്പിച്ച് അവന്റെ ഓട്ടം കണ്ട. എന്താടി നട റോട്ടിലെന്ന് ചിരിച്ചോണ്ടിരിക്കുന്നേ? ഇല്ല, ഒരു ചെറിയ കോമഡി. ശരി വാ പോ. ബൈ ബൈ. വീട്ടിൽ പോയി പറയോ?
എന്താടി അടുത്ത വീട്ടിലെ കഴുകൻ നിന്നെ വട്ടം വിട്ട് പറക്കുന്നേ? അറിയില്ല. എന്താടി കോളേജിൽ ഒരുത്തൻ നിന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങി ശല്യം ഉണ്ടാക്കി നീ പ്രശ്നം ഉണ്ടാക്കി. ഈ വീട്ടിൽ വന്ന ശേഷം ഒരുത്തൻ നിന്റെ പിന്നാലെ ചുറ്റുന്നു. അതെന്താ നീ കണ്ടില്ലെന്ന് നടിക്കുന്നേ? എന്താ ലവ്വാ? ഏയ് അവിടെയെല്ലാം ചന്ദനപ്പുരട്ടോ? നീ എന്നെ സോപ്പിടുന്നു വേണ്ട. എന്താ മാറ്റർ? കാണാൻ നല്ല പയ്യനൊക്കെയാ, പഠിപ്പുണ്ട്, നല്ല ഫാമിലി. ബട്ട് അതുകൊണ്ട് പ്രേമിക്കണമെന്നുണ്ടോ? ഏയ് നിനക്കൊരു നാണമില്ലേ? ഏയ് ഫസ്റ്റ് നീ മൂട്. എടി നമ്മുടെ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷനാ? എല്ലാം ന്യൂ ഫേസ് ആണല്ലോ. അറിയില്ല. ഇല്ലടി, യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം നടക്കുക. അതാ പരിചയമില്ലാത്തവരെ കാണുന്നേ. ഓ അറിഞ്ഞില്ല. ഫൈൻ. നിനക്ക് സുഖമാണോ? ഐ ആം ഓക്കേ. ഹീറോ സാർ ഇവിടെയാണോ എക്സാം എഴുതുന്നത്? മാഡം, ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണോ അയാൾ എക്സാം എഴുതുന്നത്? അങ്ങനെ എഴുതാവോ? അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. ആ പെൺകുട്ടിക്ക് ഒരു ആക്സിഡന്റിൽ 2 കൈ നഷ്ടപ്പെട്ടു. പാവപ്പെട്ട വീട്ടിലെയാ. അവൾ +2-ന് ഈ ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് റാങ്ക് മേടിച്ചവളാ. പാവം, എക്സാം അവളെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് അവൾ ഒരുപാട് വിഷമിച്ചു. ഇപ്പൊ അവനാ അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇല്ല ഇല്ല ഇല്ല. വരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? കാവ്യ നിന്നെ വളർത്തിക്കൊണ്ടാന്ന് നീ എത്രയ്ക്ക് ഭംഗി അറിയോ? പക്ഷെ നിന്നെക്കാളും അവള് 10 മടങ്ങ് 100 മടങ്ങ് ഭംഗിയാ. അവളോട് പറ, കാവ്യ കാവ്യ, കൃഷ്ണൻ നല്ല പയ്യൻ, നിന്നെ നന്നായി നോക്കിക്കോളും, നിന്നെ അങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കിക്കോളൂന്ന് പറ. ഓക്കെ? അയ്യോ ബ്രദർ, എന്താ മാറ്. ഉറങ്ങാൻ പോകുമ്പോ പോലും എന്ത് ഭംഗിയാ അവള്. ഹലോ 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 ചിത്തു, ഇതൊക്കെ പഴയ സീന. എവിടെ അവള്? എന്താടാ ചെയ്യുന്നേ? ഇറക്കി വിടറാ. എന്താടാ ബുക്കിലേക്ക് ചെയ്യുന്നേ? സോറി പറയണ നേരാണത്. ഇറക്കി വിടറാ. ഹലോ, ഇതൊക്കെ പഴയ സീന്. തുടങ്ങിയോ? എന്താ ചേട്ടാനിയൻ സെന്റിമെന്റ്സാ?
കൃഷ്ണ എവിടെ? ഇന്നെന്തോ കൃഷ്ണൻ നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി. നമ്മുടെ കല്യാണ ദിവസം ഇന്നാണെന്ന് അവൻ അറിയോ? രാവിലെ അവനാ എന്നെ ഫസ്റ്റ് വിഷ് ചെയ്തേ. അറിഞ്ഞോണ്ടാണോ പെട്ടെന്ന് ഉറങ്ങാൻ പോയേ? എന്തറിഞ്ഞിട്ട്? നിനക്കറിയില്ലേ? അറിയാതെയാണോ ശാലു ഉണ്ടായത്? ശാലു നേരത്തെ ഉറങ്ങി. അവന്റെ കൂടെയാ കിടന്നുറങ്ങുന്നേ. ഒരു നിമിഷം പോലും അവനെ കണ്ടില്ലെങ്കിൽ ചിറ്റപ്പ ചിറ്റപ്പ എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവൾ എന്നെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവനെയല്ലേ കാണുന്നത്? ചേട്ടാ, അതെല്ലാം ശരി. ഇനി എത്ര നാളാ കൃഷ്ണൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? അവനൊരു കല്യാണം കഴിപ്പിച്ച അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു പെണ്ണാവല്ലേ ചേട്ടാ? ശരിയാ, അവൻ ഇഷ്ടപ്പെട്ട പോലെ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? തീർച്ചയായിട്ടും കിട്ടും. അതിനു മുന്നേ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാലോ? അവന്റെ മനസ്സിൽ ആരുണ്ടാകാനാ? ഞാൻ ജനിച്ച് 5 വർഷം കഴിഞ്ഞ് അവനുണ്ടായത്. ഞാൻ അമ്മയുടെ സ്നേഹം 5 വർഷം നല്ലപോലെ അറിഞ്ഞാ വളർന്നത്. എന്നാ അവൻ ജനിച്ച ഉടനെ അമ്മ മരിച്ചു. അമ്മ മരിച്ച വേദന താങ്ങാനാകാതെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. അവരില്ലെങ്കിൽ എന്താ? അതെ, അമ്മയായി ഞാനില്ലേ? എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും അവനെ ഇത്രയും സ്നേഹത്തോടെ ആരും നോക്കില്ല. ആ വരുന്നു. എന്താ വൃന്ദ ഈ നേരത്ത്? ചേച്ചി, കാവ്യക്ക് ഭയങ്കര ഫീവർ ആയിട്ട് ഇരിക്കുവാ. പാവം അവളെ കൊണ്ട് പറ്റുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ചേട്ടനോടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുവോ? വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നിക്ക് വരാം. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ മോനെ, കാവ്യക്ക് തീരെ സുഖമില്ലെന്ന്. കാവ്യക്കോ? വെറുതെ എടുത്തി. കാവ്യ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ നേരത്തെ എന്ത് സംസാരിക്കാൻ? ഒന്ന് നിക്ക് കാവ്യ. പറ, എന്താ? അതെന്നാന്ന് വെച്ചാ എനിക്ക് നിന്നെ. എന്താ? അങ്ങനെ നോക്കല്ലേ കാവ്യ, എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ശരി, ഞാൻ നോക്കുന്നില്ല. ഇനി പറ. ഇല്ല, നോക്ക്. ഹലോ, നോക്കാൻ പറയുന്നു, നോക്കുമ്പോ ഒന്നും പറയുന്നുമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ശരി, ഞാൻ പറയാൻ വന്നത് ഞാൻ ഇപ്പൊ പറയാം. പറയ്. ദേഷ്യപ്പെടാതെ. എനിക്ക് നിന്നെ ആദ്യം മുതൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിലാക്സ്. ഇന്ന് വിട്ടേക്ക്. നല്ലപോലെ ആലോചിച്ച് നാളെ പറ. ഗുഡ് നൈറ്റ്. ഏയ് കാവ്യ, ഒന്ന് നിക്ക്. കാവ്യ. യെസ്. എന്ത് നോട്ടമാടാ. ഐ ലവ് യു. സോറി. എന്തിന് സോറി? ഏയ്, രജിസ്റ്റർ മാരേജിന് ഞാൻ വരില്ല. ഹലോ, ആ പറയടി. എന്താ? എന്താടോ ഇത്? ഇന്നലെയല്ലേ സ്നേഹിക്കാൻ തുടങ്ങിയേ, അതിനിടയ്ക്ക് ആത്മഹത്യയോ? ഏയ്, നിനക്കെന്തറിയാം? പാവം വൃന്ദ ആ പയ്യനെ എന്തോരം സ്നേഹിക്കണമെന്നറിയാവോ?
കാവ്യ, നോക്ക് മോളെ, അവള് ചെയ്തത് കണ്ടോ? ഒന്നും പറ്റില്ല ആന്റി. ഈ മനുഷ്യനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ അവൾ ആഗ്രഹിച്ചവനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കാൻ. ഇപ്പൊ ആകെ ഉണ്ടായിരുന്ന ഒന്നിനെ ഈ പരുവത്തിലാക്കിയില്ലേ? ശരി, കരയില്ലേ അമ്മ? അമ്മ പോയി അവളെ കാണ്. അച്ഛാ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാനും നിങ്ങളുടെ മോളെ പോലെ തന്നെ. വൃന്ദയെ അവൻ നന്നായി നോക്കിക്കോളും. അവള് നന്നായി ജീവിക്കണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? നല്ലൊരു തീരുമാനം എടുക്ക്. അമ്മേ, നിങ്ങൾ വൃന്ദയെ നോക്കിക്കോ, ഞാൻ പിന്നെ വരാം. ഏയ്, ഞാൻ ഉള്ളിൽ റെസ്യൂമേ കൊടുത്തിട്ട് വരാം. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഓക്കെ. സോറി, ഇറ്റ്സ് ഓക്കെ. എന്താ കൊടുത്തോ? ഇന്റർവ്യൂ എപ്പോഴാ? നെക്സ്റ്റ് വീക്കിലാ. ഓ, എന്തല്ലപ്പാ ചോദിച്ചില്ലേ? പറഞ്ഞിട്ട് പോ. എന്താ പ്രശ്നം ഉണ്ടാക്കുവാണോ? പോടോ. ഒരു പൗരൻ ചോദിച്ചിട്ട് പറയാ പോവാ. എന്താ പ്രശ്നം? എന്താ അറിയണ്ടേ? കാമുകോ, എന്താ പെണ്ണിനെ വേണ്ടി ചോദിപ്പിക്കുന്നേ? നിനക്ക് ധൈര്യമൊന്നുമില്ല. ഇനി ഒരു വാക്ക് മിണ്ടിയ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓടിപ്പോക്കോ. ഏയ്, ഞാൻ ആരാന്നറിയൂടി? ഞാൻ മാഞ്ഞൂരുകാരി. ഞാനും മാഞ്ഞൂരുകാരിയാടാ. മാഞ്ഞൂരുകാരിയാ? ഇത് നേരത്തെ പറയാറുള്ളായിരുന്നു. ചെറുക്കൻ അവിടെ പെട്ടു. വരണം സാ. ഇപ്പോഴാണ് വീട്ടിലോട്ടുള്ള വഴി മനസ്സിലായി. ചേട്ടത്തി ഇല്ല, ഒന്ന് പുറത്തു പോയതാ, അതാ ലേറ്റായേ. ഡെയിലി ഇങ്ങനെ പുറത്ത് ചുറ്റി നടന്നാ മതിയോ? ജോലിക്ക് പോകാനുള്ള പ്ലാൻ ഒന്നുമില്ലേ? 3 കമ്പനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കൃഷ്ണ, നിനക്കൊരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, എടുത്ത് നോക്ക്. എപ്പോ വന്നതാ? രാവിലെ. എന്താ പറയാതിരുന്നേ? കാലത്ത് പോയിട്ട് ഇപ്പഴല്ലേ നീ വരുന്നേ, പിന്നെ എങ്ങനെ പറയും? നീ എന്നോടും പറഞ്ഞില്ലല്ലോ. നിങ്ങളാണോ ഇന്റർവ്യൂവിന് പോകുന്നേ? ഗുഡ് ക്വസ്റ്റ്യൻ. എന്നാടാ ഇന്റർവ്യൂ? നാളെ കഴിഞ്ഞിട്ട്. എടി, നാളെ നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ? അതെ. ഇവനോട് പറഞ്ഞില്ലേ? ഇല്ല, ഉച്ചക്കല്ലേ അമ്മ ഫോൺ ചെയ്തേ. എന്താ പെട്ടെന്ന്? ഒന്നുമില്ല കൃഷ്ണ, എന്റെ അനിയത്തി ഉഷയില്ലേ, അവളെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരുന്നു. അതാ ഞാനും ചേട്ടനും കൂടെ പോന്നേ. ഓ, അതിനാണോ ചേട്ടന്റെ മുഖം ഇങ്ങനെ വെച്ചേക്കുന്നേ? ഇവനെന്തോ പാര വെക്കുക, നീ അത് വിശ്വസിക്കല്ലേ? പണി ഏറ്റിട്ടുണ്ട്. ഞാനും വന്നപ്പോ തന്നെ അതന്നെ ശ്രദ്ധിച്ചോണ്ടിരുന്നേ. നീ എന്ത് ശ്രദ്ധിച്ചെന്ന്? നിങ്ങളുടെ മുഖം തന്നെ. എന്തായാലും നിങ്ങളുടെ ജീവിതം നോക്കിക്കോ. ഹലോ, അവരവരുടെ ജീവിതം അവരവർ നോക്കിക്കോളും. പോയി കഴിച്ചിട്ട് ഉറങ്ങ് പോ. ഞാൻ പുറത്തുനിന്നേ കഴിച്ചിട്ട് വന്നതാ. ഒരു മിനിറ്റ്, അച്ഛനാ, ഞാനിപ്പോ വരാം. ഹലോ. ആ, പറയച്ചാ. ആ, നെക്സ്റ്റ് വീക്ക്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. നെക്സ്റ്റ് വീക്ക് ഇന്റർവ്യൂ. എന്താ കോൾ അറ്റൻഡ് ചെയ്യാൻ? ഞാൻ സോറി, സൈലന്റിൽ ഇട്ടിട്ട് ഉറങ്ങിപ്പോയി. ഇന്ന് നിന്റെ ഇന്റർവ്യൂ ആണെന്നറിയില്ലേ? അയ്യോ, പോയിക്കോളി. കോഫി. അങ്ങനെ മുരിങ്ങ 2 ദോശ. ഇപ്പോഴും ഓർഡർ ചെയ്യാ. ബൈ. You are selected. Thank you, sir. ഇങ്ങനെ മാനത്ത് നോക്കിയിരുന്നാ എന്താ അർത്ഥം? ഇത്ര പെട്ടെന്ന് നാട്ടിൽ പോണെന്ന് പറഞ്ഞാ എങ്ങനെ? ഏയ്, എനിക്ക് നാട്ടിൽ പോവാൻ ഇനിയും 20 ഡേയ്സ് ഉണ്ട്. അച്ഛന് ഞാൻ ജോലിക്ക് പോണത് ഇഷ്ടേയല്ല.
അതാ എക്സാം കഴിഞ്ഞ ഉടനെ ഈ മാസം തന്നെ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ അച്ഛനൊന്നും പറയൊന്നുമില്ല. ബട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും അച്ഛൻ ഒരുപാട് ഫ്രീഡം തന്നിട്ടുണ്ട്. അച്ഛന്റെ വാക്കിന് ഞാൻ വില കൊടുക്കണമല്ലോ. സോ ഞാൻ നിനക്ക് കാര്യമല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല കൃഷ്ണ. എന്റെ സ്റ്റഡീസ് തീർന്നല്ലോ. ഇനി അച്ഛന്റെ ടാർഗറ്റ് എന്റെ മാരേജാ. ഇനി അച്ഛനൊരു ചെറുക്കനെ കണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ വിഷമം അവർക്ക് മാത്രമല്ല എനിക്കും കൂടിയാ. സോ ഞാൻ ഇപ്പൊ പോയാലേ നമ്മുടെ അടുപ്പത്തിന്റെ കാര്യം അവരോട് പറഞ്ഞ് ഒരു നല്ല തീരുമാനം എടുക്കാൻ കഴിയും. നീ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ചേട്ടനോടും എടുത്തിയോടും പറഞ്ഞാ ശരിയാവില്ലേ? ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഇതിനു മുൻപേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഞാൻ പറഞ്ഞേ. നീ ആദ്യം എന്റെ വീട്ടിൽ പറഞ്ഞതിന് ശേഷം അവരോട് വരാൻ പറ. അതാ നമുക്ക് നല്ലത്. എന്താ എന്റെ പൊന്നല്ലേ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന ജോലിക്ക് പോണം. ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ നീ വന്ന് അവരോട് സംസാരിക്കണം. അതിനുശേഷം നമ്മുടെ കല്യാണം ഗ്രാൻഡായി നടക്കും. ഓക്കെ അല്ലേ? ശരി, നീ എന്ത് പറയുന്നോ ഞാനത് ചെയ്യാം. ഗുഡ് ബൈ. നാളെ ഏതാ ദിവസം എന്നറിയോ? നാളെയോ? എന്ത് ദിവസം? ശരി, ഞാൻ പോവാ. ചുമ്മാതാടാ, ഞാൻ മറക്കോ? എന്റെ സ്വപ്നമെല്ലാം ഒരു നിശ്വാസം പോലെ ഭൂമിയിൽ വന്നു പിറന്ന ദിവസം, നിന്റെ ബർത്ത്ഡേ. എന്താ ഇത്? ഗിഫ്റ്റ്. ബർത്ത്ഡേ നിനക്ക്, എനിക്ക് എന്തിനാ? എനിക്ക് പുനർജീവനേകിവൾ നീ. ബ്രോ, ചോദിക്കുന്നോണ്ട് തെറ്റിയിരിക്കരുത്. ചോദിക്ക്. നാട്ടില് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ? അതെ. എന്താ പ്രശ്നം ബ്രോ? ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കാവ്യ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ ഒളിച്ചോട്ടം പാടില്ലെന്നാ. എന്തു വന്നാലും പേരൻസിന്റെ സമ്മതത്തോടെ കല്യാണം. അതാ അവളുടെ തീരുമാനം. എന്റെ ആഗ്രഹം അത് തന്നെ. ബ്രോ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് വീട്ടിലറിയാലോ അല്ലേ? ചേട്ടനെയും ചേട്ടത്തെയും കൂട്ടി പോയി പെണ്ണ് ചോദിക്കാലോ. രാകേഷ് ചോദിച്ചില്ലേ എന്താ പ്രശ്നം എന്ന്. ആ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. കാവ്യയെ ഒരുത്തൻ വൺ സൈഡെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പോലും അറിയാതെ അവളുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോയി. നാട്ടിലുള്ള ആരെങ്കിലും പ്രേമിച്ചാൽ പോലും അവളുടെ അച്ഛൻ വെറുതെ ഇരിക്കില്ല. അപ്പൊ സ്വന്തം മോള് പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെറുതെ വിടുമോ? വെളിയിൽ പോവാൻ ഞാൻ വാക്കാലം പറയില്ല. വെട്ടിക്കൊല്ലുന്നതിന് മുമ്പ് വെളിയിൽ പോടാ. കുടുംബത്തോടെ പോയി പെണ്ണ് ചോദിച്ചാൽ അവർക്ക് ഈ ഗതി വന്നപ്പോ നമ്മൾ പോയി ചോദിച്ചാ എന്താവും ബ്രോ? ചെരുപ്പിനടി കിട്ടും. നിന്റെ ചേട്ടനെയും ചേട്ടത്തെയും അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ ചേട്ടനെയും ചേട്ടത്തെയും വിളിച്ചോണ്ട് പോയി ഇങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്റെ പ്രേമം അവിടെ തീരും. ബ്രോ, എപ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് വീട്ടിലറിഞ്ഞത്? എന്ത് പറയാനാ ബ്രോ, എന്റെ ബർത്ത്ഡേക്ക് ആ ചേട്ടന്റെ വായി പോയി ചാടിയത്. ഡോ, എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? അകത്ത് എന്നിട്ട് പറയാം. മക്കൾ അനാഥരാകരുതെന്ന് കരുതി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തും. വളർന്നതും പെറ്റു വളർത്തിയവരെ അനാഥരാക്കി തെരുവിൽ തള്ളും. എങ്ങനെയോ ഞങ്ങളാൽ കഴിയുന്നൊരു ചെറിയ സഹായം. ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ അത് ചെയ്യുന്നു. മോനെ, എന്റെ മോനി നാട്ടിലെ വലിയൊരു ഡോക്ടറാ. അവന്റെ കൈ കൊണ്ട് ഒരു മണി ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. നീ നന്നായി വരും മോനെ, നന്നായി വരും മോനെ, നന്നായി വരും. കൃഷ്ണ, 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 എന്ത് പറ്റി? ഒന്നുമില്ല. ഇത്രയൊക്കെ ചെയ്തല്ലേ, ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ എന്താ ഉള്ളത്? നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയില്ലേ? അല്ല, ഏയ്, ഇങ്ങനൊന്നും ഫീൽ ചെയ്യരുത്. ഈശ്വരന്റെ അടുത്ത് പോയാ നിന്റെ അമ്മയെ നിനക്ക് മറക്കാൻ പറ്റിയില്ലെങ്കിലും കൺമുന്നിലുള്ള ഇവരിൽ നിനക്ക് നിന്റെ അമ്മയെ കാണാം. ഇവരെപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് തന്നെ നീ കരുതിക്കോ. കവ്യ, ഐ ലവ് യു കവ്യ. എല്ലാം നല്ല പോലെ നടക്കും. പറഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് ഞാൻ താക്കോൽ തരും. ഒരു മിനിറ്റ്.
ചേച്ചി ചേച്ചി വിളിച്ചായിരുന്നോ? വാ മോളെ ഇരിക്ക്. ഇല്ല സാരല്ലേട്ടാ. ചേട്ടന് നിന്നോട് എന്ത് സംസാരിക്കാനുണ്ട്? എന്നോടോ? സാരയില്ല, ഇരിക്കും മോളെ. ദേവി ദോശ കൊടു. ആഹാ വേണ്ട, ഇപ്പഴാ കഴിച്ചേ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? വന്നിരിക്കടാ. ഞാൻ എന്തിനാ വരാൻ പറഞ്ഞെന്ന് നിനക്കറിയോ? ഇല്ല അറിയില്ലേട്ടാ. ഞാൻ വളച്ചു കെട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയി കാര്യത്തിലേക്ക് വരാം. കൃഷ്ണയെ നീ സ്നേഹിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കേ. നിന്നോടാ ചോദിക്കുന്ന മോളെ, കൃഷ്ണയെ സ്നേഹിക്കുന്നുണ്ടോ? അതിനെന്തിനാ എത്ര ആലോചന? അല്ല എങ്ങനെ പറയണെന്ന്. ഞങ്ങളോട് പറയാൻ ഇത്രയും ആലോചിക്കുന്നോ? പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെ പറയും? അല്ല ചേട്ടാ. പറയും മോളെ. പേടിയൊന്നുമില്ല. എൻ്റെ വീട്ടുകാരെ എനിക്ക് നന്നായി അറിയാം. അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ മരുമകളായി വരുന്നതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിന്റെ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കാവൂ. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുവരെ നന്നായി പഠിക്കേ. ശരി ഏട്ടാ, ഞാൻ പോയിക്കോട്ടെ. കഴിച്ചിട്ട് പോ മോളെ. ഞാൻ കഴിച്ചു. ദേവി കൊണ്ടേ ആക്കിട്ട് വാ. എവിടെ കാണാനില്ല. എന്താടാ? അല്ല കാല്. കഴിക്ക്. താങ്ക്സ് ചേട്ടാ. എന്താ ബ്രോ എല്ലാരും സൈലന്റ് ആയല്ലോ? എന്താ പറയണ്ടെന്ന് അറിയില്ല ബ്രോ. എന്നാ ഒന്ന് മാത്രം അറിയാം, ഒരു നല്ല ലവേഴ്സിനെ ഒന്നാക്കാനാണ് ഞങ്ങൾ വന്നേന്ന്. തെറ്റായാലും ശരിയായാലും നമ്മുടെ മനസ്സിനെ കീഴടക്കിയ സ്നേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ ഞങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങൾ നിങ്ങളെയും കണ്ടിരുന്നു. എന്നെയോ? നിങ്ങളും നിങ്ങളുടെ കാവ്യയും ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നിരുന്നില്ലേ? അതെ, അവിടെ വെച്ചാണ് നിങ്ങളെ കണ്ടത്. അന്ന് ഓപ്പോസിറ്റ് ബ്ലൂ കളർ സാരി എടുത്ത് ഒരുത്തി വന്നില്ലേ, അവളാണ് സുനിത. നിങ്ങളും കാവ്യയും ഒരു പോയിസൺ കേസ് ബൃന്ദയെ കാണാൻ വന്നില്ലേ? അതെൻ്റെ ഹോസ്പിറ്റലാണ്. അവള് മറ്റുള്ളവരുടെ പ്രണയം പോലെ തോറ്റുപോകരുത് വിചാരിക്കുന്നവളാ. പക്ഷെ അവളുടെ പ്രണയം. ബ്രോ, ഞാനും നിങ്ങളെ ഒരു ഐസ്ക്രീം പാർലറിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണോ നിങ്ങൾ ഇവരെ ഒന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? അല്ല പവർ, അതിനുശേഷം ഞങ്ങൾ കുറച്ച് ലവേഴ്സിനെ കണ്ടു. അവരുടെ സ്നേഹം എന്ന് പറയാൻ പോലും പറ്റില്ല. കാർക്കിച്ച് തുപ്പാൻ തോന്നും. ഈ കാലഘട്ടത്തിൽ സിൻസിയറായിട്ടുള്ള ലവേഴ്സിനെ കാണുന്നതും ആത്മാർത്ഥമായ പ്രണയം കിട്ടുന്നതും ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ മനസ്സിലായി. ബ്രോ, ഇപ്പൊ കാവ്യയുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ? എത്ര തവണയാ ബ്രോ പറയുന്നത്? അവളുടെ വീട്ടിലെല്ലാവരും ഒരു കല്യാണത്തിന് പോയേക്കുക. നമ്മളിപ്പോൾ അങ്ങോട്ടാ പോകുന്നേ. എങ്ങനെയാ ബ്രോ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നേ? എന്താ ബ്രോ പേടിയാവുന്നു ബോസ്. ബ്രോ, ഞങ്ങളെല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ പേടിയെന്നൊരു വാക്കേ പറയരുത്. ചടങ്ങിന് വന്നവനാണെങ്കിൽ കഴിക്കാനുള്ള കഴിച്ചോളണം, കൊടുക്കാനുള്ള കൊടുത്തു പൊയ്ക്കോളണം. അതല്ലാതെ പെമ്പിള്ളേരെ പുറകെ ചുറ്റുന്നത് ശല്യപ്പെടുത്തുന്നതും കണ്ടാലല്ല കൊന്നുകളയും ഞാൻ എല്ലാത്തിനും. പോമോളെ. വലിയ മറ്റവനെ പോലെ സംസാരിച്ചല്ലോ. റൗഡിത്തരം കാണിക്കാൻ അധികം സമയമൊന്നും ആവത്തില്ലല്ലോ. പക്ഷെ ഇവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അത് നീ തന്നെ പറയണം. ശരി, ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഒറ്റയ്ക്കാണോടാ പോന്നെ? പോ, എന്താ നമുക്കും കൂടെ പോവാടാ. ആ ആളെ കണ്ട ഇവിടുത്തെ MLA പോലുണ്ട്. വെള്ളം ഇട്ടാ MLA ആവുമോ? മണ്ടന്മാര് വാടാ. അടികൊള്ളാൻ ഇത്ര ആവേശോ?
എന്താ എത്ര നാളായിട്ട് ഫോൺ വിളിക്കാത്തേ? മൊബൈൽ എന്താ ഓഫാക്കി വെച്ചേക്കുന്നേ? ഏയ് മൊബൈൽ എന്റെ കയ്യിലില്ല, വീട്ടിലാ. എടുത്തോണ്ട് വന്ന അച്ഛൻ വഴക്ക് പറയും. ആരാടി നിന്റെ അച്ഛൻ? ചുമ്മാ അച്ഛനെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും കാണിക്കടി. എന്തിനെങ്ങനെ തിരക്ക് കൂട്ടുന്നേ? കുറച്ച് വെയിറ്റ് ചെയ്യേ. നാളെ നിന്റെ വീട്ടിലേക്ക് എപ്പോഴാ വരണ്ടേ? വീട്ടിൽ പോയിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. ഏയ് ഇത്രയും ദൂരം വന്നതല്ലേ, എന്തെങ്കിലും തരത പോയാലെങ്ങനെ? ഹലോ, ഇത് കല്യാണ മണ്ഡപാ. സാറിന് വല്ല ബോധമുണ്ടോ? ഏയ് നമുക്ക് ആവാൻ പോവല്ലേ? അതെ അതെ, അതൊക്കെ പിന്നീടാവാം. ഏയ് എന്താ? അച്ഛൻ എന്തു പറ്റി? അച്ഛൻ വന്നോ? ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കട്ടെ. ആ പരമേശ്വര, വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലോ? ആ അവിടെ സുഖം തന്നെ. ഏയ്, ഞാൻ തന്നെ അങ്ങോട്ട് വീട്ടിൽ ഇങ്ങനെ നോക്കല്ലേ? അച്ഛൻ ആരാ നോക്കിയതാ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് കാണിക്കാം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഓ, എന്തു പറയാനാ, ഒരു വശം അടച്ചാ മറുവശം പോഞ്ഞോണ്ടിരിക്കുക. ശരി, നീ കുറച്ച് നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ പോവാൻ. അതൊന്നും ഒരു പ്രശ്നമല്ല. ആ 4 പിള്ളേരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരി. എന്താ പോയ നിന്റെ അച്ഛൻ? രക്ഷപ്പെട്ടു. ശരി, ഇനി എന്താ? ഇതെന്താടാ ഇത്? നാട് മുഴുവൻ ചുറ്റിട്ടും ഒരു ബാറ് പോലും കാണുന്നില്ലല്ലോ. എടാ മരക്കഴുതേ, ഇവിടെ ആരെയോ വെട്ടിക്കൊന്നിട്ടുണ്ട്. ആണോ മച്ചു? അപ്പൊ അതാ കടയൊക്കെ അടച്ചിട്ടേക്കുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കണോന്ന്. ബ്രോ, അവരോട് തന്നെ ചോദിക്കേ. പോടാ. പോയോ? അവരോട് ചോദിക്കാം. ഏയ് ചേട്ടന്മാരെ, ഇവിടെ ബിവറേജ് എവിടെയാ ഉള്ളത്? എന്താ? അതാ വിദേശ മദ്യശാല. ഇവിടുന്ന് നേരെ പോയാ വലതുവശത്തൊരു പോസ്റ്റ് കാണുന്നില്ലേ? പോസ്റ്റ്. അതിന്റെ തൊട്ടടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാ ശരി ശരി, സന്തോഷിന്റെ ആക്രിക്കടയുണ്ട്. അങ്ങോട്ട് ഇപ്പൊ കട മാറ്റിയിരിക്കുക. എന്താ നീ പറഞ്ഞു? ഞങ്ങളുടെ നേതാവിനെ ഇവിടെ വെട്ടിക്കൊന്നപ്പോ നീയൊക്കെ പക്വട നിന്നോണ്ടിരിക്കാനാടാ പാരനാരിയുടെ. ഒരു മിനിറ്റ്, ചേട്ടാ എനിക്കൊന്നും അറിയില്ല, സത്യം എനിക്കറിയില്ല. പ്രശ്നം ഇവിടെ ഓഡിറ്റോറിയത്തിൽ കണ്ട പിള്ളേരാണല്ലോ. അനിയ അനിയ, എന്താ 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 പ്രശ്നം? ആരുടെ ദേഹത്താണ് നീ കൈവച്ചേ? എന്താണ് പ്രശ്നം? പുറത്തുനിന്ന് ആൾക്കാർ നമ്മുടെ ആൾക്കാർ തല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചെറിയ മുതലാളി ആ കൂട്ടത്തിൽ അവരുണ്ടോ? അച്ഛാ, വണ്ടി തന്നെ ഇരിക്കെ, പുറത്തിറങ്ങരുത്, ഞാനിപ്പോ വരാം.
അച്ഛാ അച്ഛാ ഞാൻ ചേട്ടനോട് സംസാരിച്ചോളാം, കേസൊന്നും എടുക്കണ്ട. ഇങ്ങനെ എല്ലാരും മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം? കാവ്യ, കാവ്യ, ആ പിള്ളേരോട് അകത്തേക്ക് വരാൻ പറ, സംസാരിക്കാം. വേണ്ട അച്ഛാ, ഇനി വീട്ടിനകത്ത് വരാൻ അവർക്ക് അർഹതയില്ല അച്ഛാ. സമാധാനിക്കും മോളെ, ആരുടെ ഭാഗത്തും തെറ്റില്ല. അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? അച്ഛാ, എന്നെ കൊണ്ടല്ല അച്ഛൻ ഈ ബുദ്ധിമുട്ട്. പ്ലീസ് അച്ഛാ, എന്നോട് ക്ഷമിക്കുക. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ അടിക്കില്ലായിരുന്നു. നിനക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്നവന് എന്നെ അടിക്കാൻ എങ്ങനെ മനസ്സ് വരും? ഇല്ല അച്ഛാ, ഞാൻ അവനോട് അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതിനെന്താ അർത്ഥം? ഞാൻ അവൻ ഒന്നും അല്ലെന്നല്ലേ അച്ഛാ. അവൻ എനിക്ക് വേണ്ട അച്ഛാ. ശരി, നീ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട. നീ തന്നെ അവരോട് ചെന്ന് പോവാൻ പറ. അച്ഛാ, എന്താ ഏട്ടാ, അവള് കുഞ്ഞല്ലേ, എന്തേലും പറഞ്ഞു വെച്ച് അവിടെ വാക്ക് കേൾക്കണായിരുന്നോ? അത് അവളുടെ ജീവിതം, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ആരുടെ കൂടെ ജീവിക്കണമെന്ന് അത് അവളാണ് തീരുമാനിക്കുന്നത്. പോയി നിന്റെ പണി നോക്ക്. നാട്ടുകാരൊക്കെ പുറത്തു നിൽക്കുക. നീ ചെല്ലി, ഞാൻ വരാം. അമ്മയുണ്ട് മോളെ, കരയല്ലേ. ഏയ്, എന്ത് കാണാൻ നിൽക്കുക ഇവിടെ? അടിപിടിയൊക്കെ മതി. ഒണ്ടും മടക്കി കുത്തി അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കാൻ. നേരം വെളുക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ എല്ലാവരും പോകാൻ നോക്കും. ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം, ഞാൻ തന്നെ നോക്കിക്കോളാം. ചേട്ടാ, എന്ത് പറഞ്ഞു? എല്ലാരും അകത്ത് പോകും. എന്താന്ന് വെച്ചാൽ അവര് തന്നെ തീരുമാനിക്കട്ടെ. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ കൺമുമ്പ് നിൽക്കരുത്, പോയിക്കോ പ്ലീസ്. സോറി കാവ്യ, അറിയാതെ പറ്റിയതാ. എന്തറിയാതെ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു പ്രശ്നം ഉണ്ടാകുമ്പോ നോക്കണെന്ന്. അപ്പൊ നീ എന്താ ചെയ്തേ? എന്റെ അച്ഛനെ അടിച്ചില്ലേ? അച്ഛൻ ആരാന്നറിയോ നിനക്ക്? പോയിക്കോണെന്ന്. കവ്യ, കവ്യ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. അവനോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായമില്ല. ഹലോ, ഇതിൽ നിങ്ങൾ ആരാ? നിങ്ങൾ ആരും ഇതിൽ തലയിടേണ്ട ആവശ്യമില്ല. ഇല്ല കാവ്യ, നിങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. അറിഞ്ഞോ അറിയാതെയോ അത് ഇങ്ങനെയായി. ഒറ്റ വാക്കിൽ ക്ഷമിക്കണമെന്ന് പറയാനും പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? ദേഷ്യമൊക്കെ മറന്നിട്ട് അവനെ മനസ്സിലാക്ക്. ഞങ്ങളോടും ക്ഷമിക്കും. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. ഇനി ഞാൻ ആരെയും വിശ്വസിക്കാൻ തയ്യാറല്ല. നിർത്തടി. എന്താ സംഭവിച്ചെന്നറിയാതെ നീ സംസാരിക്കാതെ.
നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേ. അത് നിന്റെ അച്ഛനാണെന്ന് എനിക്കറിയോ? പറ, എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. എന്റെ ജീവിതത്തിൽ ആരും ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടില്ലടി. ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയൊക്കെ അളവിലധികം സ്നേഹിച്ചിട്ടുണ്ടോ അവരെന്നെ മനസ്സിലാക്കിയിട്ടുമില്ല, എന്റെ കൂടെ ഉണ്ടാവത്തുമില്ല. ഞാൻ നിന്റെ അച്ഛനടിച്ചത് തെറ്റ് തന്നെ. അതിന് നീ എനിക്ക് എന്ത് ശിക്ഷ വേണേലും തന്നോ. പക്ഷേ പിരിയണമെന്ന് എനിക്ക് നീ പോയാ നിനക്കെല്ലാം ഉണ്ട് കാവ്യ. അമ്മ, അച്ഛൻ, എനിക്ക് നീ മാത്രം ഉള്ളടി. പ്രേമം വേറെ സ്നേഹം വേറെ അല്ലടി. എന്റെ അമ്മയുടെ സ്നേഹം നിന്റെ അടുത്ത് നിന്റെ കണ്ണിന് ഞാൻ കണ്ടടി. ആത്മാർത്ഥമായ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കുന്നത്, വിട്ടുകൊടുക്കുന്നത്. നിങ്ങളെ വിട്ടുകൊടുത്ത അതിൽ തെറ്റില്ല. ഒരാളോടുള്ള സ്നേഹം മറ്റൊരാൾ പറഞ്ഞറിയണമെന്നില്ല, അത് താനേ അറിയണം. നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പോവുക. ഞാൻ കരയണമെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഈ മഴയില് എന്റെ കണ്ണിൽ നീ കാണാത്തതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സോറി കാവ്യ. പവർ അടുത്ത പെണ്ണിനെ കൊണ്ടുവരുന്നു. ഇതേതാടാ പുതിയ ലവ് സ്റ്റോറി? പവറേ, ആരോടാ ഇവള്? ഇത് നമ്മുടെ ആളോടോ അല്ലേ? ഇത് എന്റെ പെണ്ണേ. എന്തായാലും നാട്ടിലേക്കില്ല. ചാവി പിടിച്ചോ. ഈ കഥയുടെ പര്യവസാനത്തിൽ പവർ പരമൂന് ഒരു ജോഡിയെ കിട്ടി. അയാൾ തിരിച്ച് നാട്ടിലേക്ക് പോയില്ല. ഇതിന് കാരണക്കാരായ ചെറുപ്പക്കാർക്ക് തൻ്റെ വണ്ടിയുടെ ചാവി കൊടുത്തിട്ട് അവിടെ തന്നെ സെറ്റിലായി. അടുത്ത പണി വരുന്നുണ്ട്. ചേട്ടാ, വെറുതെ മാത്രം മതി. എന്താ ഒളിച്ചോടാണോ ചേട്ടാ? ഞങ്ങൾ പിടിക്കാൻ ഒരു നാട് മൊത്തം ഇളകി വരുവാ. പേടിക്കണ്ട, വണ്ടിയിൽ കയറ്. എവിടെ പോണെന്ന് പറ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പതേ രണ്ടുപേരെ ഒന്നാക്കിയിട്ട് വന്നതേ ഉള്ളൂ. പേടിക്കണ്ട, നിങ്ങൾ എവിടെന്നാ? കൊച്ചി. കൊച്ചിയിലെ തോപ്പുംപടി. നിങ്ങളുടെ പേര്? എന്റെ പേര് അരവി, ഇത് രാകേഷ്. എന്റെ പേര് ശിവ. എടാ ദ്രോഹികളെ, നിങ്ങളാണോ?